കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കയ്യിൽ തന്നെ അതിന് ഞാൻ നാളെ തന്നെ നിങ്ങളെ ഏരിയയിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം നിർത്തുന്നു. ഓരോ പൗരന്മാർക്കും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും വാങ്ങിക്കാവുന്ന പ്രശ്നമുണ്ട്. അവരുടെ കടലാസ് ഇപ്പൊ തന്നെ പൗരന്മാർ വരുന്നുണ്ട്. ക്ഷണിക്കുന്ന ചുരുങ്ങിയ 5 കാരണക്കാരുടെ പ്രാധാന്യമായ ഒപ്പം നിൽക്കുന്ന കാരണക്കാരുടെ പേര് തരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം അനുസരിച്ച് സമ്മേളനം വിജയിപ്പിച്ചു തരണം. നിങ്ങളൊക്കെ മതസംഘടനയിൽ നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ ഒരു സമ്മേളനം ഒരു 6-4 ഒരു 27 മാത്രമേ അതിന് വരുള്ളൂ. അത് വെച്ച് നിങ്ങൾ സാഹചര്യത്തിലൊന്നും സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വളരെ സമയമുള്ളൂ. വേറൊരു പ്രധാനപ്പെട്ട കുറ്റമാവുക സംസാരിക്കുന്നു. ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റൊരു കാര്യം പോകുന്ന എല്ലാ ഉത്തരവുമാണ് 2016 കലണ്ടർ വന്നു. അത് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ മതത്തെ ഗ്രൂപ്പ് കഴിഞ്ഞ് വാങ്ങുന്നതാണ്. ഗ്രൂപ്പ് വാങ്ങരുത്. എല്ലാവരും നോക്ക് വയ്ക്കേണ്ടി വരുമ്പോൾ എന്റെ സംഘടന ഞങ്ങൾ കലണ്ടർ കുറച്ച് ഞങ്ങൾക്ക് കലണ്ടർ ഇല്ലാതെ പൊതുവാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രൂപ്പ് കഴിഞ്ഞ് മതത്തെ പള്ളി പോലെ കലണ്ടർ ശരിയായിട്ട് കൊണ്ടുപോകണം. നിങ്ങൾ നിങ്ങൾക്ക് ശരാശി പരിപാടിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന നല്ല നടത്തികളുണ്ട്. മറ്റുള്ളവർ ഇത് യുദ്ധത്തിൽ പോകാൻ എന്നെ സ്ഥലം ചെയ്യാൻ സംതൃപ്തിന്റെ അതുവായിരുന്ന വായിച്ച പണ്ഡിതന്മാർ അധികം ആളുകളും നമുക്ക് അഭിനന്ദനം അറിയിച്ച വിദേശ പണ്ഡിതന്മാരുടെ അഭിപ്രായക്കുറിപ്പെട്ടുന്ന മനോഹരമായ ഞങ്ങളുടെ ഇന്ത്യൻ ബാബുസ്ഥാപിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് CPA ന്യായീകരിക്കാമാണ്. അത് ഫ്രീ ആയിട്ട് രാജ്യസ്ഥാപനം കൊടുത്തു കൊണ്ടിട്ട് അവരെ മറ്റൊരു പുസ്തകം ഈ പ്രസ്ഥാനത്തെ മദ്രസ പ്രസ്ഥാനത്തിന് ആദ്യമായി എഴുതി രൂപീകരിച്ച കഴിവസ്ഥാപന ത്യാഗത്തിന്റെ ഘടകം നന്നായി പ്രത്യേകത വായിക്കണേ. ആ നിലയ്ക്ക് ഇതെല്ലാവരും പോകുമ്പോൾ നമുക്ക് പൗർണ്ണമ ഓരോന്ന് വാങ്ങിക്കൊണ്ട് പോകണം. ഇതിന്റെ വികാരം വിതരണത്തിന്റെ വികാരം ഫ്രീയാക്കി കുറ്റന്മാർക്കാവിൽ ദാരിദ്ര്യസ്ഥാനം ഉപയോഗിക്കണം. തന്റെ പേരിൽ وعلى آله وصحبه أجمعين. أما بعد رب وارزقنا زيارته قبل قبر الروح والفرج صل رب العالمين على നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലുള്ള തെങ്ങിന്റെ മണലിൽ കൊണ്ടുണ്ടാക്കിയ ഉയർപ്പ്, ഉണക്ക പുല്ലുകൊണ്ടുണ്ടാക്കിയ പണി, വൈക്കോല് കൊണ്ട് കെട്ടി മേഞ്ഞ ഏറ്റവും അതിനകത്ത് താമസിച്ചിരുന്നത് നമ്മുടെയൊക്കെ വാപ്പാരും ഉമ്മാരും ഉമ്മാമ്മമാരും വല്യപ്പന്മാരും വല്യമ്മമാരും ഒക്കെ. അവര് നേരിയ മണ്ണെണ്ണ വളർത്തുന്ന ചെറിയ വെളിച്ചത്തിരിക്കുന്നുണ്ട്. കണ്ണിൽ നിന്ന് കണ്ണിനെ ഒഴുക്കി അവരമ്പാറിനോട് കാഴ്ചയാണ്. പബ്ബി ഉറുമ്പന സിയാറവും കബല കബലവും മറത്തി. അന്ന് അവരെല്ലാവരും ഹൃദയം അറിഞ്ഞ് എല്ലാവരും ആ വരികൾ തൂക്കിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ കയറുന്നു. അന്ന് അവരും കരഞ്ഞ് വായിക്കുമ്പോ ആമീൻ പറഞ്ഞ കുട്ടികളാണ് സംഭവം. അന്ന് ആ ദുഃഖത്ത് ആമീൻ പറഞ്ഞു കൂടിയവരാണ് ഇന്നത്തെ തലമുറ. അവരുടെ ദുഃഖത്തിന്റെ ഉത്തരമായിരിക്കാം ലോകത്തെ ഏറ്റവും കൂടുതൽ കർമ്മയിലേക്ക് മുമ്പോട്ട് പോകുന്ന രാജ്യങ്ങളിൽ ആദ്യം പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്തോനേഷ്യയിൽ നിന്നും
രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ മലബാർ ഗ്രാമമാണ് ഇപ്പോൾ ഉമ്മ മലയാളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വെച്ച രാജ്യം. നമ്മുടെ നാട്ടിൽ അറിയാത്തതാണ് അതിന്റെ തട്ടിലായി നമ്മളൊക്കെ സഹായിക്കാനിങ്ങനെ പോകാൻ ഇപ്പൊ കഷ്ടവും അപ്പൊ ചോദിച്ചു നോക്കുന്ന കുട്ടിയെ രണ്ട് മോതിരണ്ട്. അത് ഇതിന്റെ മരിക്കുന്ന സമയത്ത് ഈ സന്തോഷിക്കുന്ന നിങ്ങൾ കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കണം കൊടുക്കാതെ നിന്നതാണ്. അപ്പൊ കഴിയാത്തപ്പോ ആ മോതിരം പിടിച്ചിട്ടുണ്ട് ഉൾക്കാട്ട് പോകാൻ വേണ്ടി കൊടുത്ത് അത് പോയി. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു തലമുറയിലെ മഹാന്മാരിൽ ചെയ്തു വരുന്ന പ്രാർത്ഥനയുടെ അനന്തരഫലം മക്കളെ പരമ്പരയായി നമ്മൾ പാർക്കും. അല്ലാതെ നമ്മളൊന്നും പാടുന്ന ഉറക്കുപോകാൻ വേണ്ടി മദീനത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഈ തലമുറ അധികം പ്രാർത്ഥിച്ചു. നമ്മളങ്ങനെ വലുതായി വരുന്ന സമയം വന്നപ്പോ മുജാഹിദും ജമാഅത്തും അങ്ങനെ കിരാമനാവ് മുഴുവൻ അറിഞ്ഞ ഒരു സമയത്താണ് നമ്മളെ വളർച്ചയുണ്ടായി. നമ്മളൊന്ന് മദീനത്തെത്തിച്ചെങ്കിൽ പഠിച്ചാൽ അധികം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവര് ചോദിച്ചു വെച്ച അതിന്റെ ഫലം നമ്മളെ നാട്ടുകാർക്ക് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഒരു തലമുറയിലെ മഹാന്മാർ ചെയ്തു വെക്കുന്ന നന്മയുടെ അനന്തരഫലം അതിൽ അടുത്ത തലമുറയിൽ അതിന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു സന്തോഷത്തിന് യോഗ്യ സംസാരിക്കുന്ന നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കാലം ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലം തമ്മിൽ വലിയ മാറ്റം. ഞാൻ ജാമ്യാ മേഖല തുടങ്ങുന്ന സമയത്ത് കാസർഗോഡ് നിന്ന് നേരെ പോണ പള്ളിക്കാട് പാലം കാഞ്ഞങ്ങാട് ടൗൺ കടന്നു പോണ കാസർഗോഡ് മംഗലാപുരത്ത് ആ പാലം അറിയില്ല. ഇപ്പോഴത്തെ നമ്മൾ ഹൈവേയിൽ പോയിരിക്കുന്ന ചന്ദ്രഗിരി പാലം, ആ ചന്ദ്രഗിരി പാലം ഇല്ല. ഇതിന്റെ മുമ്പ് എന്ത് ചെയ്യലാണ്? മുമ്പ് വണ്ടിയാണ്. അന്ന് ഒരു വിവരം വേറെ കൈമാറി അന്ന് ഒരു മീറ്റിങ്ങിന്റെ കത്ത് കൊടുത്തു. ഒരു ഭാഗത്തുണ്ട് അങ്ങോട്ട് ഞങ്ങൾക്ക് അപ്പോ ചന്ദ്രഗിരി പാലം കാസർഗോഡ് പള്ളിക്കര പാലം രണ്ടുമില്ലാത്ത കാലത്ത് ആ വഴിക്ക് ഒരു കറുത്ത ബാഗും കൈകൊണ്ടിട്ട് നടക്കലാണ്. അങ്ങനെ നടന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ കോളേജും മദ്രസയും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ കഷ്ടപ്പെട്ടു. തരുവണത്തിന്റെ ആ കഷ്ടപ്പാടിന്റെ ചരിത്രവും കൂടി ഒപ്പിയെടുത്തതായിരിക്കും നിങ്ങൾക്ക് തരുന്ന തരുവണത്താതിന്റെ സ്മരണകയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ എന്റെ മുഴക്കിയ സുഹൃത്തുക്കളായ കൂട്ടുകാരോട് നടത്തുന്നത് കാലഘട്ടത്തിന്റെ ഉപരേക്ക് വായിക്കാൻ നമ്മൾ മറന്നു പോകണം. ഇപ്പൊ നമ്മൾ പഴയ പണ്ഡിതന്മാരിൽ ചിലരൊക്കെ അവരുടെ അഴിമ് പകർന്നു കൊടുക്കാൻ സാധിക്കാതെ കണ്ണീരിന്റെ അവസ്ഥയിൽ കഴിയുന്ന ആളുകളെ കണക്ഷൻ വേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് കാര്യം? നമ്മൾ ഈ സേവന പെൻഷൻ കിട്ടാത്ത വഴികൾ നമ്മൾ പഠിച്ച ഇതിന്റെ പെൻഷൻ ഉണ്ടാവും. പെൻഷൻ നമുക്ക് വേറെ അത് വേറെ. എന്റെ വാപ്പ
ചെറുപ്പത്തിൽ എന്നെ ഓതാൻ പറഞ്ഞു. അതൊന്നും വേണ്ടി കണ്ടുണ്ടാക്കി പറഞ്ഞായിട്ടില്ല. വാപ്പയുടെ ആയിരിക്കും ഒരു നാടൻ അർത്ഥത്തിലും പിന്നെ അക്ഷരത്തിലുമല്ല പത്തിക്കാൻ പോലെ അങ്ങനെയുള്ള ഒരാളാണ് പറഞ്ഞത്. നമ്മളെ വീട്ടിൽ ചെറിയ നിസ്കാരപ്പണി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഇമാമത്തും പിന്നെ അവിടെ നാട്ടിൽ ആരും മരണപ്പെട്ടാലും ആ മരണപ്പെട്ട വീട്ടിൽ ചെന്നിട്ട് മയ്യത്തിന്റെ പരിപാലനങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് പോണേ ഒരേ ഇമാമത്ത് ഇപ്പോൾ കെട്ടിയ ഒരു ആളാണ് ഇതെല്ലാം. പക്ഷെ ഇപ്പൊക്കെ ഒരു ഗുണത്തെ ഒരുപാട് സുഖമില്ലാതെ കിടക്കുന്ന എന്നോട് വന്ന കുട്ടി ഞാനൊരു മാസം 5 ഘട്ടം 6 ഘട്ടം പോലെ അത് ഈ സുഖമില്ലാതെ മുടങ്ങിയത് എന്ന് പറഞ്ഞു. ഞാനൊരു 3 പ്രാവശ്യം ബോർഡിൽ നിർത്താൻ തീരുമാനിച്ചു. അന്നൊന്ന് പാത്രം പറയുന്നു. ജലാലയിൽ ഓടുന്ന സമയത്ത് കിതാബ് വാങ്ങാൻ പറ്റില്ലായിരുന്നു. ഉസ്താദ് പറഞ്ഞ് ജലാലയിൽ എല്ലാവർക്കും വാങ്ങണം. അത് വെള്ളിയിലെ ജലാലയിലല്ല, വെള്ളങ്ങായത്തിന് 2 ചണ്ട. അങ്ങനെ നോക്കുമ്പോൾ കാണില്ല. അത് മദ്രസയിൽ കമ്മിയുമായി 3 നിന്ന് 4-ാമത്തെ പറഞ്ഞാൽ ഉസ്താദിനോട് വന്ന് പറയാൻ പഠിക്കാനോ പറഞ്ഞോ പഠിച്ചാനോ എന്ന് വെച്ചാൽ അത് ഓടുന്ന കാലത്ത് മദ്രസയിൽ നിന്ന് വോട്ട് കുടിക്കാവില്ല. ചുരുക്കം പറയാം, വാപ്പാന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു. അപ്പൊ വോട്ട് നിർത്താൻ തീരുമാനിച്ചത് വാപ്പ സംഭവിച്ചത് വാപ്പയുടെ നിർബന്ധത്തിലാണ് ഞാൻ പോയത്. വാപ്പ മരിച്ചിട്ട് 14-ാമത്തെ കണ്ട അമ്മാവ് ഖബറുണ്ടായി 250 ആമീൻ വാപ്പാന്റെ കവചത്തെ 2500. ഇതാണ് നമുക്കുള്ള കണ്ടത്. ഇത് ഒരു ദിവസം ഓരോ സമയം പോകുമ്പോൾ വാപ്പാക്കും പാപ്പും കാണിച്ചാൽ നമ്മൾ പെൻഷന്റെ വലിയ കിട്ടാതാണ്. അല്ലാത്ത ഒരു പെൻഷൻ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ വലിയ തലമുറയിലെ ചില തലമുറന്ന ഉസ്താദുമായി അവർക്ക് ഒന്നുപോലും പാടില്ല. മദർസ പഠിക്കാൻ പോലും അറിയില്ല. ഇപ്പൊ പള്ളിയിൽ ഉസ്താദിനെ ചുറ്റിപ്പറ്റി ഓരോ കാര്യത്തിനോടില്ല. ഇനി ഒരു കണ്ട അറിയുന്ന മതി ആരോഗ്യപരമായി ഇപ്പൊ അവര് വിശ്രമകാലമാണ്. ഈ വിശ്രമകാലത്തിൽ വളരെ സങ്കടത്തിൽ കഴിയുന്ന ഉസ്താദുമാരുണ്ട്. എന്താ കാര്യം? ഒരു വരുമാനത്തോടെ കയ്യിലേക്ക് കിട്ടാനില്ല. ഇന്നത്തെ തലമുറയ്ക്ക് കിതാബ് കൊടുക്കുക, ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിനുള്ള പ്രസംഗം കഴിവുകളില്ല, പഴത്തിന്റെ കഴിവുകളില്ല, മദർസയ്ക്ക് പോകാനും കാണില്ല. ഒരു കോളേജ് ചിന്തത്തിൽ ഇങ്ങനെ ചെറുതാക്കി പോകുന്ന ഇത് വന്ന നമ്മളെ ഗേൾസുകളൊക്കെ ശരിയാക്കി കോളേജ് ദഅ്വാ കോളേജിന്റെ ഏറ്റവും മഹത്തരമായ മാതൃക നമ്മൾ അരിക്കോട് മഞ്ഞുമഴ കോളേജിൽ. ഇതൊക്കെ വന്നപ്പോ ഈ പ്രായമുള്ള തലമുറയുടെ ഉസ്താദുമാർ എനിക്ക് അറിയുന്നില്ല. ഞാൻ മഞ്ഞുമഴയ്ക്ക് ഒരു പ്രായമുള്ള ഉസ്താദിന് മുതലിൽ തയ്ച്ചു. അപ്പൊ മൂന്ന് ഇതിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇതിന്റെ മുമ്പ് കോളേജ് അങ്ങനെ തന്നെ കോളേജിലേക്ക് എത്തിക്കൊണ്ടാണ് ഞാൻ മുമ്പേ കുറ്റപ്പെടുത്തേ. നമുക്കൊക്കെ മനസ്സിലാവുകയാണ്. അങ്ങനത്തെ അദ്ദേഹം പിന്നീട് എന്നെ 3 പ്രാവശ്യം കുറ്റപ്പാടെ കുട്ടികൾക്കൊക്കെ നിർത്തിട്ടാൽ നമ്മളെ കോളേജിലേക്ക് പോകാനായിരിക്കും. അപ്പോ മതപഠന രംഗത്ത് ശാസ്ത്രീയമായ മാറ്റം വന്നപ്പോൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ മാറ്റത്തിൽ കൊണ്ടുവന്നില്ല. ഞാൻ പഠിച്ചതേ ഞാൻ ചെയ്യുള്ളൂ എന്നാണ്. ഇന്ന് അത്തരം ഉസ്താദുമാരും വലിയ തലമുറയിലെ കുറെ ആളുകൾ നമുക്ക് മലപ്പുറം ജില്ലയിൽ നോക്കിയാൽ ജോലിയില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥ കാണാൻ പറ്റും. മുഹല്ലികളെ ഈ അവസ്ഥ നമുക്ക് വരും. ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉസ്താദ് 1 തരത്തിലെ പഠിക്കുന്നത്.
ഒന്ന് 2:30 വായിക്കുന്നത്, 2 ഉസ്താദ് 2 ടൈമിന് പഠിച്ചു. ഒരു മദ്രസയിലേക്ക് നമ്മളിപ്പോൾ +2 വരെ മദ്രസ എന്തും മുഅല്ലിം സുഹൃത്തുക്കളായ നമുക്ക് മദ്രസ ആ +2 വരെയുള്ള മദ്രസ ഓരോ ക്ലാസിന്റെ ഒന്ന് നോക്കിയിട്ട് അതിനൊരു നോട്ട് തയ്യാറാക്കി മദ്രസയിലേക്ക് വേണ്ടി പഠിപ്പിക്കാൻ ഉസ്താദുമാരെ വിളിച്ചാൽ കമ്മിറ്റിക്കാരെ വിളിക്കാൻ അപ്പൊ നമ്മളോട് മദ്രസ എന്താ പരിപാടി, അവിടെ 3ാം ക്ലാസ് മദ്രസ, അവിടെ 10ാം ക്ലാസ്, നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ് വെച്ച് നിങ്ങളവിടെ ഏത് ക്ലാസ്സാണ് ആ ക്ലാസ്സൊക്കെ ഞാൻ വെക്കാം. അത് പറയാൻ എല്ലാ കാര്യങ്ങളും കഴിയില്ല. അവിടെ ഏത് ക്ലാസ്സാണ് എടുക്കേണ്ടത് അത് അല്ലാതെ അവിടെ 6 ഞാൻ 4 വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവരെ കഴിഞ്ഞ കുറച്ച് 5 നോക്കി 6 നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ കമ്മ്യൂണിക്കാരുടെ നമ്മളൊരു 50% കാണും. നമുക്ക് നിശ്ചയിക്കാൻ പോകുന്ന സംഭവം അതിനൊപ്പം നമ്മളെ പറ്റുന്ന മതിപ്പും കാണും അല്ലേ? ഈ അവസ്ഥ വരാതിരിക്കാൻ നിങ്ങൾ പഠിക്കേ പറ്റും. സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലേക്ക് പ്രസിദ്ധീകരിക്കുന്ന പാഠപുസ്തകം മുഅല്ലിമുകളെ കണ്ടുകൊണ്ട് കാണാതെ പോകാൻ പാടില്ല. നമ്മളത് നോക്കിയില്ല. ഒരു നോട്ട് തയ്യാറാക്കിയത് ഓരോ പാഠപുസ്തകത്തിലെയും പ്രത്യേകം ഇത്ര 10ാം ക്ലാസ്സിലെ ഇന്ന പുസ്തകത്തിലെ ഇന്ന പാഠം ഇത് നോട്ട് തയ്യാറാക്കിപ്പോൾ ആ നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാനോ മുഅല്ലിം സുഹൃത്തുക്കളെ ഇന്ന് 60-70 മുകളിലുള്ള പല മശായിഖുമാരായ നമ്മുടെ ഉസ്താദുമാർ മക്കളില്ലാത്തവരുണ്ട്, മക്കൾ പെൺകുട്ടികളായവരുണ്ട്, മക്കളെന്നോടൊപ്പം പ്രതീക്ഷിച്ച വരുമാനമില്ലാത്തവരുണ്ട്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പല രൂപത്തിൽ ജീവിതം വഴിമുട്ടേണ്ടവരവസ്ഥ. എന്നാൽ അവരുടെ കയ്യിൽ എഴുതിന്റെ ആ എഴുതിക്കൊടുക്കാൻ നോക്കുമ്പോൾ കുട്ടികൾക്ക് അറിയുന്ന ഭാഷയിൽ അർത്ഥം വെച്ച് കൊടുക്കാൻ ആരംഭിച്ചില്ല, ഉസ്താദില്ല. ഈ സമയം മുതൽ ഈ സമയം വരെ 40 മിനിറ്റ്, ആ 40 മിനിറ്റോട് ക്ലാസ് എടുത്തുകൊണ്ട് അതെങ്ങനെ ക്ലാസ് മദ്രസ പോലെ ഉസ്താദിന് ക്ലാസ് എടുത്തു കൊടുക്കാൻ എടുത്തു വന്നപ്പോ പഠിച്ചിരുന്നിട്ട് ഉസ്താദായ കളികളൊക്കെ മാറ്റി മൊബൈൽ ചിലപ്പോൾ കളഞ്ഞിട്ടും ചിലപ്പോൾ ഇരുന്നിട്ടും ഒക്കെ കൂടെ ഞാനിന്നും കുറ്റം പറയില്ല, അവർക്ക് അങ്ങനെ പ്രത്യേകം. പക്ഷെ ഈ കാലത്ത് അതിന് പറയല്ലോ. അപ്പോ ഉസ്താദ് ക്ലാസ്സിലേക്ക് വിളിച്ചു വരണം, ക്ലാസ്സിന് പിന്നെ ക്ലാസ് മുകളിലേക്ക് വരണം പുസ്തകങ്ങളൊക്കെ. അപ്പൊ കിതാബ് നിങ്ങൾക്ക് വന്നിട്ട് വേണം കുട്ടികളെ എടുക്കുമ്പോൾ ഇന്ന് വെച്ച് അങ്ങോട്ട് പോവുക. ആ ബന്ധമാണ് തന്നെയാണ് ഇങ്ങനെ കിതാബ് ആയിരത്തിന് പോവുക, കുട്ടികളെ അങ്ങോട്ട് പോവുക. എന്താ കുട്ടികളൊക്കെ പാടുന്നത് ആ ബന്ധമാൻ ചോദിച്ചു വാങ്ങണോ? ഇതാണ് ഉസ്താദുമാരുടെ നമ്മൾ മാത്രമായിരുന്നു ഞാൻ പറയാം. കാലത്തിന് വന്നിരിക്കുന്ന മാറ്റത്തിനൊപ്പം നിൽക്കാൻ സാധിക്കാതെ നമ്മളെന്ത് എന്തൊക്കെ കിതാബത്തിന് ക്ലാസ് കൊടുക്കാൻ അങ്ങോട്ട് പോകേണ്ടത് ഉസ്താദിന് തീരുമാനം. ഇപ്പൊ ഇങ്ങനെ നമ്മളെ ദഅ്വാ കോളേജുകളെ ഉസ്താദുമാരൊക്കെ വിളിച്ചിട്ട് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കും. അതിനൊരു മനഃശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദുമാരെ വിളിച്ചു നോക്കുമ്പോ കുറച്ച് മുതിർന്ന തലമുറയിൽ ഉസ്താദുമാർ ഈജാതി ക്ലാസ്സിന് ഞങ്ങളെ വിളിച്ചേക്കണം. അപ്പൊ എന്താ സംഗതി, പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിനെ പറ്റി ട്രെയിനിങ് കൊടുക്കാം. അപ്പൊ ട്രെയിനിങ്ങിന്റെ ക്ലാസ്സിൽ പോയി കൊടുക്കാൻ സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോഴും നീച്ചു ലഭിക്കും, പിന്നെ അവിടെ ഇരിക്കും അല്ലേ, പിന്നത് വായിപ്പിക്കും. അപ്പൊ ഈജാതി ക്ലാസ്സിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. പ്രിയപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കളായ ഉസ്താദുമാരെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന രംഗത്ത് നമുക്ക് മികച്ച ഒരു കാഴ്ച വെക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു, നമ്മൾ സങ്കടപ്പെട്ടു. പിന്നെ ഞാൻ ഓതാൻ പോയി മൂല്യരായിക്കൊണ്ട് തന്നെ ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നത് എന്ന് കേൾപ്പിച്ചിട്ട് കാര്യമില്ല. അവസാന കാലഘട്ടത്തിൽ നമ്മൾ ഇൽമു കൊണ്ട് നമ്മൾ കേൾപ്പിച്ചിട്ട് കാര്യമില്ല. ഇൽമു പ്രചരിപ്പിക്കാൻ അതാത് കാലഘട്ടങ്ങളിൽ
ആ മാറ്റത്തിനൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് അത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അത് അമ്പിയാക്കളുടെ തലമുറയായാലും ശേഷക്കാരുടെ തലമുറയായാലും ഒക്കെ നോക്കിയാലും ഞാൻ ഇന്ന് അത് പ്രചരിപ്പിക്കാൻ ആവശ്യമായ അതാത് കാലത്തെ ഉപാധികൾ മാധ്യമങ്ങൾ. ഇപ്പൊ നിങ്ങൾ നോക്ക്, മദ്രസ രംഗത്തേക്ക് വലിയ വളരെ വിപ്ലവം കടന്നു വരികയാണ്. എന്താ വിപ്ലവം കടന്നു വരുന്നത്? ഇപ്പൊ ഇടക്കാലത്ത് തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ വർധനം വന്നപ്പോൾ മദ്രസകൾ കുറഞ്ഞു തുടങ്ങി. പല സ്ഥലത്തും മദ്രസകളിലേക്ക് കുട്ടികളെ കിട്ടാതായി അല്ലേ? അത് വേണ്ടി മദ്രസ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയം ഇല്ലാതാക്കിയിട്ടുണ്ടോ? കാരണം ഒരു തലമുറ ഏതിലേക്ക് പോകാൻ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകാൻ ആ കുട്ടികൾക്ക് ഒന്നും കിട്ടാതാകുന്ന അവസ്ഥ വരുമ്പോൾ അതിന് പരിഹാരം നമ്മൾ കാണുന്നത്. ഇപ്പോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നടക്കുന്ന മദ്രസകൾ തന്നെ ആ മദ്രസകൾക്ക് പഠിപ്പിക്കാൻ നോക്കിയാൽ നമ്മുടെ ഉസ്താദുമാരിൽ നല്ലൊരു ശതമാനം കുറവാണ്. ഒന്ന്, നമ്മുടെ സഭയുടെ വിഷയത്തിൽ ഞാനൊന്നും എന്താക്കി പറയില്ല, കുറ്റപ്പെടുത്തി പറയല്ല, അങ്ങനെ ആക്ഷേപിക്കുമല്ല. പിന്നെ ആദ്യത്തെ ഈ ശതമാനമൊക്കെ ഉള്ളവർക്ക് ക്ലാസ്സിന് വന്നാൽ നമ്മൾ അവിടെ പോയി. രണ്ടാമത്തത്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ക്ലാസ്സിന് വേണ്ടി പോകുമ്പോൾ ചില പദങ്ങളുടെയൊക്കെ അർത്ഥം നിർബന്ധമായിട്ടും എന്ത് വേണ്ടി വരും? നമ്മളെ അടുക്കള മലയാളത്തിൽ നിന്ന് മാറേണ്ടി വരും. അടുക്കള മലയാളത്തിൽ ഒന്ന് മാറേണ്ടി വരും. ഞാൻ അബുദാബിയിൽ ലേബർ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു തൽക്കാലത്തിന് വേണ്ടി അബുദാബിയിലാണ് താമസിക്കുന്ന ഫ്ലാറ്റ്. അപ്പൊ ആ ഫ്ലാറ്റിൽ പോയി ഇരിക്കുമെന്നെ നമ്മളെ എയർപോർട്ട് ചേർന്നല്ല 3 കസേര വിളിച്ചത്, അതിലാണ് ഇരിക്കുന്നത്. അതിൽ ഇരുന്നിട്ട് ഇങ്ങനെയാണ് നോക്കുമ്പോ നേരെ കിച്ചണിൽ കണക്കായി. അയാൾ ഇന്നെ അവിടെ ഇരിച്ചിട്ട് അയാളാണ് ഈ കസേര തിരിച്ചതാണ് എനിക്ക് അകലിരിക്കാനോട് പറ്റുള്ളൂ. ഈ പെണ്ണുങ്ങളാണ് അകർത്തുന്നത്. ആ പെണ്ണ് ഈ ബാധ വന്ന് അടക്കം പ്രയാസം. അപ്പൊ ഞാൻ നോക്കുമ്പോ ബാധിച്ചത് 6 വയസ്സ് 7 വയസ്സ് ഒരു പെൺകുട്ടി എന്റെ മുമ്പിലുള്ള വാതിൽ പോകുന്നു. അപ്പൊ ആ കുട്ടിയോട് ഞാൻ മനോഹര വാതിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വാതില കുട്ടി വിജയിച്ചാണ്. അപ്പൊ എനിക്ക് വാതിലാണ്. അപ്പാട്ട് മുസ്തഫാജി കിട്ടും. മുസ്തഫാജി നോക്കിയിട്ട് മോളെ ഡോറ് ലോക്ക് ചെയ്യുക. വാതിൽ അടക്കി കുട്ടിക്ക് അറിയില്ല. കുട്ടിക്ക് ഏതാണുള്ളൂ ഡോറ് ലോക്ക്. ഉസ്താദുമാരെ നമ്മൾ കുട്ടിയൊക്കെ അർത്ഥം വെച്ച് കൊടുക്കുമ്പോൾ വാതില് അടക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടിക്ക് തീരില്ല. അതുകൊണ്ട് നിങ്ങൾ ഡോറ് ലോക്ക് പഠിക്കപ്പെടും. അല്ലെങ്കിൽ ഒരനുഭവം പഠിക്കലാന്ന് പറഞ്ഞു നമ്മളാണ് പറഞ്ഞത്. ഞാനിത് പറയുമ്പോ വേറെ ആരെങ്കിലും പറയുമ്പോൾ പഴയൊക്കെ ആക്ഷേപിക്കാൻ അങ്ങനെ ഒന്നും പഴയ വെക്കണ്ട. എനിക്ക് പഴയൊക്കെ അന്വേഷിച്ച് പോകാൻ അതൊക്കെ അത് വേറെ കാര്യം. നമ്മുടെ പാഠപുസ്തകം ഹിന്ദി വിദ്യാഭ്യാസം പോകേണ്ടത് എത്രയുണ്ടോ അത് മുഴുവനൊന്നും നോക്കാം. അതിലേക്ക് പറ്റാവുന്ന അർത്ഥങ്ങളും മറ്റൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ ആ അർത്ഥങ്ങളൊക്കെ പറയേണ്ട പദങ്ങൾ നമ്മൾ അടുക്കളയിൽ പഠിച്ചത് മാത്രമല്ലാതെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മാറ്റത്തിനൊപ്പം നിൽക്കാൻ മാറ്റം തോന്നുന്നതായ നമ്മൾ കഴിവ് നേടിയെങ്കിലും ഗവൺമെന്റ് നടത്തുന്ന മലയാളം മീഡിയം LP സ്കൂളുകൾ അതൊരു ബോധകളിയുടെ രൂപത്തിൽ നടന്നുകൊണ്ടില്ല. സർക്കാർ അതിലൊക്കെ ഗണ്യമായ മാറ്റം വരും. മലയാളം മീഡിയം സ്കൂളുകളിലൊക്കെ ഏത് വന്നു? ഒരു ബാച്ച് ഇംഗ്ലീഷ് മീഡിയം വന്നു. ഇപ്പൊ നമ്മൾ അത്തരം സർക്കാർ സ്കൂളുകളൊക്കെ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. PTA കമ്മിറ്റികളൊക്കെ രംഗത്ത് വന്നു. എല്ലാ PTA കമ്മിറ്റികളും സജീവമായി സ്കൂളുകളൊക്കെ റെഡിയാണ്. ഞാൻ വേറും കഥയിനോട് സ്വകാര്യത്തിൽ ചോദിക്കാം. നമ്മളെ സ്വന്തം മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ? വേറെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞാൽ നമുക്ക് ആശയം, അല്ലെങ്കിൽ കുട്ടികളെ അങ്ങനത്തെ പറഞ്ഞാൽ നമുക്ക് കേൾക്കും. നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ ഉദാഹരണത്തിന് നമ്മളെ കൈയാക്കി പഠിക്കാൻ പറഞ്ഞ പാഠം മാറി കൈ പോയതായിട്ടുണ്ടായിരുന്നു. ഇത്രയും എത്ര കുഞ്ഞുങ്ങളെ മക്കളാണ് ജലം പോകുന്നത്. ഒരു കാലത്ത് അതിന് അർത്ഥം അങ്ങനെയൊക്കെ അർത്ഥം വെച്ചുമൊക്കെ പഠിച്ചു. ആ കാലത്ത് ഏറ്റവും നല്ല രീതിയാണ് സ്വീകരിച്ചത്.
പഴമക്കാരിലേക്ക് നമ്മൾ എത്തുന്നുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് അരിക്കോട് മരുമഴ നടത്താൻ വർഷത്താൽ പറയാൻ 500 ചാക്കായി. നമ്മളിപ്പോ നെൽപ്പൂരി അങ്ങനെ മരുമഴയുടെ വീരാസമ്മേളനം നടത്തിയപ്പോ 300 ചാക്ക് അരി കുറയ്ക്കാൻ നമുക്കിത് നടത്തിക്കൊണ്ടുപോകാനുള്ള പറയാം. അതേ സമയത്ത് നമ്മളെ പഴയ കാരണന്മാര് 100 മുത്താഴ്ചകൾ പഠിക്കുന്ന ഒരു പള്ളികളുണ്ട്. അവന്താ ചെലവ് അവര് വർണ്ണം കുറച്ച് വേറെന്താ ചെലവ് വേറെ ചെലവ് ഒരു സ്ഥലം ചെല്ലിക്കൊടുക്കുന്നതെല്ലാം ചെയ്യും. ഞാൻ ഉദാഹരണത്തിലുള്ള വലിയ മുട്ടാഴ്ചകളെ ഒരു ചെല്ലിക്കൊടുക്കും മറ്റവർക്ക്. നമ്മളൊക്കെ അങ്ങനെ പഠിച്ചു പോകുന്നില്ലേ? 100 മുട്ടാഴ്ചകൾക്ക് ഭക്ഷണം എവിടെയാണ്? 100 മുട്ടാഴ്ചകളുടെ ഭക്ഷണം 400 പേരിൽ 300 പേരിൽ 250 പേരിൽ ആർക്കും പാടില്ല. അത്ര ശാസ്ത്രീയമായിട്ടാണ് പഴമക്കാർ നടത്തിയത്. അവർക്ക് നമ്മളെത്തുന്നില്ല, അത് വേറെ കാര്യം. അത് പഴമക്കാരുടെ നമ്മക്കാർക്ക് അറിയാൻ പറ്റില്ല. അതിനൊക്കെ ഇപ്പൊ നമ്മളിത് പറയുമ്പോ പഴയൊക്കെ ആക്ഷേപിക്കൽ തുടങ്ങി. എന്തിനേക്ക് ചിന്തിക്കരുത്. നമ്മക്കതിനോട് ആക്ഷേപമല്ല, ബഹുമതിയാണ്. അന്നത്തെ കാലത്തേക്ക് വേണ്ടത് അവർ ചെയ്തു. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ കുട്ടികളെ മനസ്സിലാക്കാം. അപ്പോ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഹദ്ദിൻ സുഹൃത്തുക്കളായ നാം കഴിവുകളാണ്. മനഃശാസ്ത്രപരമായി കുട്ടികളെ പഠിക്കാൻ നോക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ മുഴുവനായിട്ട് എന്താ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത കുട്ടി ഞാൻ ചോദിക്കട്ടെ, ഞാൻ തമാശി പറഞ്ഞാലല്ല, നിങ്ങളെ അനുഭവത്തിലറിയാം. 3 വയസ്സ് 3.5 വയസ്സിലാണ് KG ക്ലാസ്സിൽ ചേർന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടുവരുന്നത് ഈ KG ക്ലാസ്സിൽ 3 വയസ്സിൽ കൊണ്ടുവന്നാക്കിയ കുട്ടി കരിയണേ ഒരു ക്യാൻസറുണ്ടോ? എത്ര വയസ്സായിട്ടാണ് മദ്രസ ചേർക്കുന്നത്? 5 വയസ്സായില്ല. കുറ്റപ്പാട് ഒഴിവാക്കിയത് എന്താ സംഗതി? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ആ കുറ്റത്തിന് വരികയാണ് കുട്ടി. അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടിനെ ഒരുക്കിയായിട്ടുള്ള ഉമ്മ കുട്ടിനെ കൊടുത്തിട്ട് കുട്ടിക്ക് കൺവെൻഷൻ കൊടുത്തു, കുട്ടി ക്രിസ്ത്യൻ ചെയ്തു, പിന്നെ ഹോട്ടലൊക്കെ ആൾക്ക് സൗന്ദര്യം കുറിച്ചാണ്. കുട്ടിക്ക് അപ്പം കുറിച്ചാൽ വേണം, പട്ടിക്ക് അയപ്പം കുറിച്ചാൽ വേറെ വേണം, അമ്മ കുറിച്ചാൽ വേറെ വേണം, അവിടെ സീറ്റ് കുറിച്ചാൽ വേറെ വേണം. ഒരു ബാഗിന്റെ ഈ പോക്കറ്റിൽ മറ്റേ ബാഗിന്റെ ഈ ബാഗിൽ നോക്കാൻ നടത്തുന്നത്. അങ്ങനെ കുട്ടികളെ പൂമ്പാറ്റാക്കിയിട്ട് കയറ്റി വിടാനുള്ള പദ്ധതി ഇവിടെ അറിഞ്ഞാലോ? ഇവിടെ ഇറങ്ങിയിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടി ഞാൻ വന്നോക്കാരെ പച്ച കുട്ടികളുടെ മുന്നിൽ അതൊക്കെ ഞാൻ കണ്ടത്. അവിടുത്തെ വരുമ്പോ ആ കുട്ടിന്റെ കയ്യിലുള്ള ബാഗ്, ആ ബാഗ് ചിരിച്ചുപോലെ വാങ്ങി വെക്കാൻ ആര് ടീച്ചർ ആരുമായി വാങ്ങി കണ്ണത്ത് വെച്ച് അമ്മ ക്ലാസ് മുറിക്കാൻ ചെറുത്ത് നോക്കിയാൽ നല്ല രസം കുട്ടിയാണ്. ആ കുട്ടിയാണ് നിങ്ങളെ പോയിട്ടുള്ളത്. ഞാൻ നിങ്ങളെ പറ്റി പറയുമ്പോൾ ആ കുട്ടി ഈ കളിച്ച് ചിരിച്ച് രസിച്ച് ആ 1ാം ക്ലാസ്സിലേക്ക് പോയ കുട്ടി നമ്മളെ മദ്രസത്തിൽ വരുമ്പോ കുടിയിൽ തന്നെ എങ്ങനെയാണ് നീച്ചുള്ള വരാന് ഞാനിപ്പോഴും കുട്ടിന് പൊട്ടുപോകണോ ഞാൻ മദ്രസ അവിടെ ചെന്ന് നോക്കിയാലോ ഞമ്മളാണ് അവിടെ ഒന്നിരിക്കൽ നമ്മൾ തനി കളിച്ചാൽ മതിയാവും. തനി കൊണ്ടുമില്ല ഉടുത്തത് വന്നിട്ടില്ല. ആ മുണ്ട് നടുക്ക് മടക്കിയിട്ടുണ്ട്. നമ്മളെ സ്വയം കൊണ്ട് നടുക്ക് മടക്കിയിട്ടുണ്ട്. ഞാൻ തോന്നുന്നുണ്ട് ഇതൊരു ലോഡിംഗ് തൊഴിലാളിന്റെ മുണ്ട് അരിമൊന്നും വീണ മതി. ഞമ്മൾ സുഖത്തിട്ട് ഇത് നിങ്ങൾക്കിപ്പോ എല്ലാവരും കൂടി പറയാൻ പറഞ്ഞിരുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ, പറയാൻ കുട്ടിയാണ് വന്നപ്പോ തന്നെ ഒരു വേർതിര ചെയ്യാം. എന്നാ മദ്രസന്റെ സ്കൂളുകാർ വന്നു നോക്കുമ്പോ ഞമ്മളില്ല 1ാം ക്ലാസ്സിൽ മദ്രസന്റെ മദ്രസന്റെ 1ാം ക്ലാസ് ഇതാക്കി ഞാൻ ഉസ്താദന്മാരോട് പറയുന്നത് ഈ 1ാം ക്ലാസ് അത് പെയിന്റടിച്ച് അതിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വെച്ച് അതിൽ കുറച്ച് സന്തോഷമുള്ള സംഗതികളൊക്കെ വെച്ച് വാഹനത്താക്കാൻ ആ കുട്ടികളെ മാത്രമേ ഉപയോഗപ്പെടുത്തിയാൽ മതി. ആ മദ്രസന്റെ ഈ ക്ലാസിന്റെ നേരെ മുന്നിൽ ആ നേരെ മുന്നിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭംഗിയാണ്. അത് ഈ 1ാം ക്ലാസ്സിലെ കുട്ടികൾ. 2ാം ക്ലാസ്സിലെ ക്ലാസ് പോകുമ്പോൾ ഭംഗിയാക്കാൻ വിചാരിച്ചാൽ അതിന്റെ നേരിട്ടുള്ള ഭാഗത്ത് വേറൊരു തരം ചെയ്ത് കൊടുക്കാം. അത് 2ാം ക്ലാസ്സിലെ കുട്ടികൾ. 3ന്റെ നേരിട്ടുള്ള ക്ലാസ്സിന് ആ ക്ലാസ് പെയിന്റടിക്കാൻ ബാക്കിയാക്കാം. അവിടെ പുസ്തകം എടുത്തു കൊടുത്തില്ല. അത് ആ കുട്ടികൾ. ഈ കുട്ടികളോട് ജയിച്ചാൽ പോലെ ജയിക്കൂല.
എനിക്കിപ്പോ അപ്പോഴത്തെ ഇങ്ങനെ നമ്മൾ മതത്തിൽ ചെല്ലുമ്പോൾ ഏത് അവസ്ഥയാണ് ആ അവസ്ഥയിലാണ് പഠിപ്പിക്കുന്നത്. പൊടിയാണെങ്കിൽ പൊടി, മണ്ണാണെങ്കിൽ മണ്ണ്. അപ്പൊ ഇതിക്കാണ് കുട്ടി കാര്യം. മതത്തിൽ ചെന്ന് നോക്കിയാണെങ്കിലോ ചെന്ന് നോക്കിയാൽ ബെഞ്ചും ചെറുത്തും നോക്കിയാൽ കുഞ്ഞാലിനെയും കൊണ്ടുങ്ങളെ ബെഞ്ച് ബെഞ്ചാണെന്ന മറ്റേ ചെറുത്, ഇത് ചെറുതാണോ മറ്റേ ബെഞ്ച്, അങ്ങനെ ഇത് രണ്ടും തമ്മിൽ പോകും. അപ്പൊ ബെഞ്ച് ഡെസ്ക് 7, ബെഞ്ച് 5. ഇരുപത്തിന് എന്താക്കണം? 5 ബെഞ്ചിന് 7 എന്നാൽ ഇരുത്താൻ വേണ്ടി നോക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടോ പഞ്ചാബിയാണ് ചേർത്താൻ വേണ്ടി ചേർത്ത് കഴിഞ്ഞ് പഞ്ചാബ് പോയി. പഞ്ചാബ് പോയപ്പോ കുട്ടി പറഞ്ഞ അന്തപ്പെട്ട് നിൽക്കാണ്. ബെഞ്ചിന്റെ അടുത്ത് കുട്ടി പോയി നോക്കുമ്പോൾ കുട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ 10ാം ക്ലാസ്സിലെ ബെഞ്ചും 1ാം ക്ലാസ്സിലെ ബെഞ്ചും മതത്തിൽ ഒരു ഉയരാണ്. ഇതാരാ മാറ്റേണ്ടത്? മാറ്റാതെ ഇന്നോടൊക്കെ നിങ്ങളാണ്. കമ്പനിക്കാർക്ക് തരൂ. 1ലെ ബെഞ്ചും 10ലെ ബെഞ്ചും ഒരേ ഉയരാണ്. അപ്പൊ പിന്നെ കുട്ടി ഇങ്ങനെ നിൽക്കാൻ ഇരിക്കാൻ പറ്റാം. അപ്പൊ പിന്നെ മൂലം നിങ്ങൾ ഉണ്ടായിരിക്കാതെ ആണ് പൊട്ടിച്ച് ജീവിതത്തോട് പോയി കുട്ടി ഭൂമിയിൽ കൊടുത്തു. ഭൂമിയിൽ കുത്തം കൊടുത്തു. പഞ്ചാബിൽ കൊണ്ടുവന്നതിന് പഞ്ചാബാനെ കാണാനില്ല. ഈ നോക്കിയെല്ലാം ഈ നോക്കി അറിയെല്ലാം ഈ അവസ്ഥ നമ്മുടെ മതത്തിനുണ്ടോ അല്ലേ? ഇപ്പോഴും ഉണ്ടോ അല്ലേ? മാറ്റണ്ടേ? ആരാണ് മാറ്റേണ്ടത്? മാറ്റേണ്ട വിപ്ലവകാരികളാണ് നിങ്ങളും ഞാനും. നമ്മളാണ് മാറ്റം വരുത്തേണ്ടത്. അതേസമയത്ത് KG ക്ലാസ്സിൽ അരിക്കോടൻ ഉപയോഗി KG ക്ലാസ്സിൽ കുട്ടിയാണുള്ള ഒരു കുട്ടിക്ക് ഇരിക്കാൻ ഒരു കസേരയാണ്. ആ കസേരയിൽ കുട്ടികൾ ഇന്ന് അതിങ്ങനെ ആളും 20 കുട്ടികളെ കരയാൻ നേരല്ല കുട്ടിക്ക്. അതുകൊണ്ടാണ് കഴിയാത്തത്. അതേസമയത്ത് കുട്ടി 15 ദിവസം കഴിഞ്ഞപ്പോ കുട്ടിക്ക് ഉയരം പാകായിരുന്നല്ല. പിന്നെ കരോളി ചേരായ നമ്മുടെ മതത്തിലുള്ള കെട്ടിടം, നമ്മുടെ അതിർത്തിയുടെ പ്രവർത്തകന്മാർ ഓലച്ചെട്ടായിക്കോട്ടെ, ആ ഉള്ള ഓലച്ചെട്ടുണ്ട്. ആ ഓലച്ചെട്ടുണ്ട് 5 രൂപ. ആ ഓലച്ചെട്ടുള്ള മതത്തിൽ അതിനൊരു പറഞ്ഞു. മുഅല്ലിം സുഹൃത്തുക്കളായ നമ്മൾ ഒരു പങ്കാളിത്തം വഹിച്ച് നമ്മുടെ കുട്ടികളെ കൊണ്ട്, കുട്ടികളെ അമ്മമാരെ കൊണ്ട്, കുട്ടികളുടെ വാപ്പാരെ കൊണ്ട് ഒക്കെ തന്ത്രപരമായി നമ്മൾ ജോലി ചെയ്യണം. മതം അത് തേച്ചിട്ടുണ്ടെങ്കിൽ പെൻഷൻസിനുണ്ടെങ്കിൽ ഓരോ കുട്ടികളെ കൊണ്ട് മത്സരിപ്പിക്കാം. ഇപ്പൊ 2 നേരം ക്ലാസ്സിൽ, ഈ ക്ലാസ്സിൽ 1 നടക്കും 5 നടക്കും, 1 5 കൂടി ഈ ക്ലാസ് ഭംഗിയാക്കാൻ ക്ലാസ് കേൾപ്പിച്ചുകൊണ്ടാണ്. ഇതും ഇതിന്റെ കുറ്റം. മറ്റേ ക്ലാസ്സിൽ 2 നടക്കും 4 നടക്കും, 2 4 കൂടിയിട്ട് അത് നടത്താൻ ആ കുട്ടികൾ അമ്മമാരെ വിളിക്കുക. അങ്ങനെ തുടങ്ങി ഉമ്മാരെ വിളിച്ചിട്ട് വാപ്പാരെ വിളിച്ചിട്ട് പിന്നെ ഓർമ്മ കുറെ വിളിച്ചിട്ട് ഇങ്ങനത്തെ കാര്യം വരെ ഒറ്റയ്ക്ക് വിളിക്കാം. ഉസ്താദുമാരെ ചെയ്യുക, ഉമ്മാരെ കൊല്ലാതെ കൊണ്ട് കാണിക്കുക. നിങ്ങൾ കണ്ടില്ലേ കുട്ടി വരുമ്പോൾ ആകെ ചതിയും കൊണ്ടേക്ക് ഞമ്മക്ക് അവർക്ക് ഒരു 5-6 ഉസ്താദ് പോയാൽ ഉമ്മാരോട് ചോദിച്ചാൽ കിട്ടും. ഒന്നായിട്ട് വിളിച്ചുകൊണ്ട് പിന്നെ കൂട്ടാം. അങ്ങനെ നമ്മൾ ജോലി ചെയ്യണം. മതം ആദ്യം ഒരു ഭംഗിയുള്ള കെട്ടിടമാക്കാൻ, ചന്തമുള്ള കെട്ടിടമാക്കാൻ, അതിന്റെ പരിസരം തന്നെ ഭംഗിയാക്കി നിർത്താൻ അതിൽ പഠിപ്പിക്കണം ഉസ്താദ്. ഞാൻ നിങ്ങളെ തിരിച്ചു വരുമ്പോൾ വലിയ ആളാകുമ്പോൾ ജീവിതങ്ങളാണ്. നിങ്ങളെ നേരെ നിൽക്കാതെ ജീവിതതാണ്. ഇതെന്തിനായിരിക്കും പറയുന്നത്? കുട്ടികളെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കുട്ടികൾ ധരിച്ചത് അതിനേക്കാൾ വൃത്തിയുള്ള സംസാരിക്കണം സാധിക്കും. നിങ്ങൾ ഈ കുട്ടികൾ നമ്മെ നോക്കിയിട്ട് വളരെ ആകർഷകമാകേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ രീതി നമ്മൾ രാവിലെ കുളിച്ച് റെഡിയായി ഒന്നോടുകൂടെ ഉസ്താദ് അത്തന്റെ ഭാഷയോട് വേണ്ടേ അത്തന്റെ കുട്ടിന്റെ വാപ്പ് കേൾക്കുമ്പോ കുട്ടി പറഞ്ഞ ഞങ്ങൾ ഉസ്താദന്മാർ ഒരു ഇതിന്റെ കുട്ടിയിൽ മറ്റൊരു വാപ്പെടുത്താൻ ഈ അത്തരം കുറിച്ച് ഉസ്താദ് കൊടുക്കാൻ ഉസ്താദ് ആവും പ്രശ്നമുണ്ടാവുക. ഞങ്ങളും അത് അതൊന്നും പ്രശ്നമുണ്ടാവില്ല എന്ന് പറയാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ നമ്മളെ ജീവിതത്തിൽ മാറ്റം വരും. നമ്മളെ തെറ്റി ഞാൻ ഇതിനെ പറഞ്ഞ് പൂർത്തിയാകുമ്പോഴേ നമുക്ക് തലയിൽ കൊണ്ട് തുമ്പാക്കം പ്രേരിക്കുന്ന അവസ്ഥയ്ക്ക് വരും. അപ്പോൾ
നിങ്ങളിഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാം. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഒരു മാറ്റം നമുക്ക് സാധിക്കാൻ പറ്റില്ല. എന്തെങ്കിലും നമുക്ക് വയസ്സ് 90 നമ്മൾ ആരായിരിക്കണം? ഒരു മാതൃകാ അധ്യാപകനായി. ഒരു മാതൃക. ഇപ്പൊ നിങ്ങൾ പഠിച്ചോട്ടോ, ഞാൻ നേരെ പറഞ്ഞുതരാം. ക്ലാസ് റൂമുകൾ മുഴുവൻ ഡിജിറ്റൽ ക്ലാസ് റൂമാക്കാൻ പോവാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ എന്തായി ഡിജിറ്റൽ ക്ലാസ് റൂമായി. ഇനി ഡിജിറ്റൽ ക്ലാസ് റൂമിൽ പോയിട്ടിപ്പോ നമ്മളെ ഗവൺമെന്റിനൊക്കെ മറ്റേ വിദ്യമായിട്ട് കമ്പ്യൂട്ടർ വാങ്ങില്ലേ? പല പത്രത്തിലും കമ്പ്യൂട്ടർ പാടാൻ പോലെ കളിക്കാം. കാരണം ഉസ്താദിന് ഓപ്പൺ ചെയ്യാനറിയില്ല, ഉപയോഗിക്കാൻ അറിയില്ല. അങ്ങനത്തെ കണക്കില്ലേ? നമ്മളെ സിസ്റ്റത്തിലൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞു ഓരോക്കെ വർഷത്തൊക്കെ ഓരോ ചെയ്യും. പിന്നെ നോക്കുമ്പോൾ ഓരാരും 2 കുട്ടികളൊക്കെ വേറെ പല സ്വക്കരാമത്ത് കളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരോട് പോയതാ ഇതാണ് കൂട്ടി അത് കിടക്കുന്നത്. മാറിയേ മതിയാവും. അരീക്കോട് റേഞ്ചിന്റെ മേഖലയിൽ ഈ മേഖലയിൽ നമ്മുടെ നിങ്ങൾക്ക് 2 തിരിച്ചിട്ട് ഒരു 10 ദിവസത്തെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കൂടുതൽ കമ്പ്യൂട്ടർ പഠിക്കാത്ത 10 ദിവസത്തെ ക്ലാസ് പഠിക്കും. പക്ഷെ അതിന് എന്ത് വേണം? ക്ലാസ്സിലൊരു സമയം, അതിനൊരു ചെറിയ രീതി, അത് കൃത്യമായിട്ട് അത് ഉപയോഗിക്കും. 10 ദിവസം കൊണ്ട് ഈ കൂടിയ എല്ലാവരും പഠിക്കും കമ്പ്യൂട്ടർ. പിന്നെ അതിന്റെ ബാക്കി പഠിക്കാൻ മതി. നമുക്ക് ആവശ്യം ചെയ്തേ പറ്റൂ. ഡിജിറ്റൽ ക്ലാസ് റൂമുകളാണ് മുഴുവൻ വരാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വിഷയത്തിൽ പറ്റാത്തവരാകാൻ പാടില്ല. ഇപ്പോ 3 വയസ്സായ കുട്ടിയെ കൊണ്ടുപോയി ചേർത്ത് കൊടുത്താൽ 6 വയസ്സാകുമ്പോഴേക്കും കുട്ടി ഖുർആൻ മുഴുവൻ ഓടുന്നു, അമ്മത്തിൽ മനഃപ്പാഠമാക്കുന്നു. അതോടൊപ്പം LKG UKG ക്ലാസ്സിലേക്കുള്ള ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പുസ്തകങ്ങളൊക്കെ ആ കുട്ടി പഠിക്കുന്നു. ആ 3 വർഷം കഴിയുന്നതോടുകൂടെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ 1ാം ക്ലാസ്സിലേക്ക് ചേർക്കുന്നു. ഈ രൂപത്തിലുള്ള ഒരു വിപ്ലവം വരാൻ പോവാണ്. അതിന് കൈറോ, ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിൽ നടക്കുന്ന ആ കോഴ്സിൽ നമ്മുടെ വർഷത്തിരുന്ന ആളുകൾ പോയി ഒരു ബാച്ച് പഠിച്ചു വന്നു. ആ പഠിച്ചു വന്ന ബാച്ച് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നെ ആ ട്രെയിനിങ് അനുസരിച്ച് 2 മദ്രസയിൽ 2 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങി ഇപ്പോൾ 100 മദ്രസകളിലേക്ക് അതിന്റെ ചാൻസ് കൊടുക്കുകയാണ്. അപ്പോ അരിക്കൂട് തുടങ്ങണമെന്ന് വിചാരിച്ചാൽ എന്ത് വേണം? AC ചെയ്ത 2 റൂമാണ്. അതിന് നമ്മൾ ഇവിടുന്ന് 6 ടീച്ചർമാരെ, അതിലേറ്റവും പറ്റാവുന്ന 3 ആളുകളെ സെലക്ട് അവർ സ്വീകരിക്കും. അങ്ങനെ അങ്ങോട്ട് പോകാൻ ആ ക്ലാസിന്റെ രീതി. നമ്മളെ ഭാര്യമാരെ പരിശീലിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മളെ കൂട്ടത്തിലൊരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ +2 ഒക്കെ കഴിഞ്ഞ പെണ്ണിനെ കല്യാണം കഴിച്ച കുട്ടികളുണ്ടെങ്കിൽ ആ പെണ്ണിന് ഇത്തരം ട്രെയിനിങ്ങിന് വിടുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് നമ്മളെ കുഞ്ഞാ ഓരെങ്കിലും പറഞ്ഞേക്കാൻ പറ്റില്ല. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് കാലത്തിന്റെ ചുവരെടുത്ത് വായിക്കാൻ നമ്മൾ ഒരുങ്ങിയില്ലെങ്കിൽ നമ്മൾ കണ്ണീര് കുടിക്കേണ്ടി വരും. തർക്കമില്ലാക്കാൻ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പഴമക്കാരായ ആളുകൾ കുറച്ച് ഉറങ്ങി, അല്ലേ? നേരത്തെ ഉറങ്ങി. ആ ഉറങ്ങിയതാണ് അതിൽ നിന്ന് വിളിച്ചുണർത്താൻ വന്ന ഒരു നേതൃത്വമായിരുന്നു താജുലുലമയും അതുപോലെ തന്നെ നൂറുലുലമയും സുൽത്താനുലുലമയും ഒക്കെ. നൂറുലുലമ പോയി, അതുപോലെ തന്നെ താജുലുലമ പോയി. ഇനി നമ്മളൊപ്പം സുൽത്താനുലുലമയാണ്. അമ്മാവ് പ്രിയപ്പെട്ട സംപ്രവർത്തകരെ നാം പുനരാചരിക്കാൻ പറ്റില്ല. നമുക്ക് കഴിവ് വർദ്ധിപ്പിക്കണം. ആ കഴിവ് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ പഴയ രീതിയിൽ മാറുന്ന വഴി. യൂസഫിനെ കാണാൻ, യൂസഫിനെ അതിനെ കാണാൻ വേണ്ടി ഞാൻ കുറച്ചായിട്ട് കാണാം. എന്റെ വാർത്തയൊക്കെ ശരിയാക്കാതെയാണ് എന്റെ തത്തുമര് മതിയായതാണ്. മതിയ ഉദ്ദേശം അത് മേശമണ്ണായിരുന്നു. വാർത്ത ശരിയാക്കി വരുമ്പോ ബസ്സിയുടെ ഗീതമര് മേശമണില്ല, മതിയായിരുന്നു. മാമനെ കണ്ടില്ല, മാമനെ കണ്ടില്ല. ഇപ്പൊ നമുക്ക് ശരിയാവും. നാളെ നമ്മളെ നോക്കി ശരിക്കും നമ്മളെ കുട്ടികളും. ഞാൻ ഇതൊക്കെ ഒരു തികഞ്ഞാളായിട്ട് പറയല്ല, ഞാനിതൊരു തികഞ്ഞാളായിട്ട് പറയല്ല. ഇഞ്ചപ്പം വരുമ്പോഴെന്നാണ് കേടുന്നത്. എനിക്കതിന്റെ കൂടിയൊക്കെ അറിയുള്ളൂ. പച്ച നിൽക്കാൻ അങ്ങോട്ട് നോക്കിയാവും. ഇന്നാള് നോക്കുമ്പോൾ ഇങ്ങനത്തെ ബെസ്റ്റില്ല. അതിന്റെ ഇടയിൽ ഒരു ബെസ്റ്റിനിങ്ങനെ അഞ്ചിനൊരു ഒറ്റ ഓർമ്മിക്കുകയാണ്.
അതിന് ഞാനിങ്ങനെ കൊണ്ട് തീർപ്പാക്കൊണ്ട് ചെറിയ കുട്ടി ഇവിടെ ഇപ്പോൾ ജീവിതത്തിലും കൂടിയായിട്ട് നിൽക്കാം. അപ്പൊ അവിടെ 5ാം ക്ലാസ് ഇംഗ്ലീഷ് പഠിച്ച് ചേർത്ത 5-10 10ന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. എപ്പോഴും കൂടി കൊടുക്കാമെന്ന് ഇപ്പോഴും നാട്ടുപോലെ പ്രഖ്യാപിച്ചത്. അതിന് ഒരു കുട്ടി ഇപ്പോഴും പൂർത്തിയായി, ഈ 2ാമത്തെ ഇപ്പോഴും പൂർത്തിയായി വരുന്നു. ഇൻഷാല്ലാ ബാച്ചിന് പൂർത്തിയാക്കാനുള്ളത് നോക്കിക്കാൻ. അപ്പൊ മൊബൈലിനെന്താണോ ഞാൻ പെട്ട മറ്റില്ല ഓനാ മൊബൈൽ വന്നത് ഞാൻ വിളിച്ചോളൂ ആരോ അദ്ദേഹത്തിനായി വേണ്ട ഫോൺ ചെയ്യാൻ ഞാനിങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ കുറച്ച് അപ്പുറത്ത് നിങ്ങൾ ഇന്നോളം വിളിച്ചു അതെനിക്ക് തയ്ക്കാൻ ആ ജീവിത അർത്ഥം മനസ്സിലായി. ഞാനും ഒരേക്കുള്ള നല്ല ബന്ധങ്ങളാണ് ഞാൻ ജീവിയിൽ പറഞ്ഞത്. എനിക്ക് ജീവിതാണ് പറഞ്ഞത്. അതുകൊണ്ട് വേറെ കുട്ടികള് നമ്മളെ നോക്കി ഇരിക്കാൻ കണ്ട നമ്മളോട് പഠിച്ചു. മാതാപിതാ കുട്ടിക്ക് സമയമുണ്ട് ഇരിക്കാതെ സ്വസ്ഥമായ സമയം കിട്ടണമെങ്കിൽ മോശത്തേക്കാൾ എന്നാ പറയുന്നത്. ഈ പൈപ്പ് ഞാൻ നിങ്ങളൊക്കെ ആക്ഷേപിക്കാനായി രാവിലെ വന്നാലും നമ്മളവിടെ തന്നെയാണ്. പക്ഷെ 1 മുതൽ 12 വരെയുള്ള പുസ്തകം നോക്കുക, വായിക്കുക, പഠിക്കുക, നോട്ട് തയ്യാറാക്കുക, നമ്മുടെ മദ്രസയിൽ വാങ്ങി വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിക്കുക, ഡിജിറ്റൽ ക്ലാസ് റൂം എങ്ങനെ സെറ്റ് ചെയ്യാം, അതെങ്ങനെ പഠിപ്പിക്കാം. നമ്മൾ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന അധ്യാപകരുണ്ട്, വായിച്ച സുഹൃത്തുക്കളുണ്ട്. നമ്മൾ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. എവിടെയും ക്ലാസ് എടുക്കാൻ പോകണമെങ്കിൽ വേറെ വായ്പക്ക് വേണ്ടില്ല. മദ്രസ ഉസ്താദുമാർക്ക് പഠിക്കുക. നമ്മളെ ഈ മേഖലയുടെ പരിധിയിൽപ്പെട്ട മുഅല്ലിമുകളിൽ മദ്രസയിലെ ഇഹ്റാമിൽ നിന്ന് മറ്റൊക്കെ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന മുഅല്ലിമുകളായിട്ട് നോക്കുക. ആ മുഅല്ലിമുകളെ വെച്ചുകൊണ്ട് നമ്മളൊരു 4 ഏരിയയിലായിട്ട് നമ്മളെ ക്ലാസ് വെച്ചാൽ ഈ മുഅല്ലിമുകളെ കൂട്ടത്തിൽ തന്നെയുണ്ട് ക്ലാസ് നടത്താൻ പറ്റിയ ആളുകൾ. നമ്മൾ അജിപ്പർ മറ്റുമായിട്ട് സിദ്ദീഖ് ബിരുദം വാങ്ങുമ്പോൾ അവർ ബിഎഡും എംഎഡും പിജിയും ഒക്കെ എത്തിക്കുന്ന ആളുകൾ ഇക്കൂട്ടത്തിൽ തന്നെയുണ്ട്. അവരെ ഉപയോഗപ്പെടുത്താൻ മുതിർന്ന തലമുറയിലെ ആളുകൾ ഒരുക്കിയേ പറ്റൂ. പക്ഷെ എന്ത് വേണ്ടി വരും? നമ്മൾ നെസ്സിന് നമ്മൾ കൊടുത്തൊരു ബഹുമാനമുണ്ട്. അതിനൊന്ന് മറ്റു നായക എന്റെ നെസ്സിന് ഞാൻ കൊടുത്തൊരു ബഹുമാനമുണ്ട്. എന്താണ്? ഞാനിപ്പോ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു ബഹുമാനം ഞാൻ കൊടുത്തു വെച്ചത്. അപ്പൊ എന്താണ്? ക്ലാസ്സിന് വേണ്ടി വരുമ്പോ ട്രെയിനിങ് ക്ലാസ്സിന് വേണ്ടി വരുമ്പോ ഞാനൊന്ന് ചെറുതാകത്തിന് വരുന്നത്. അപ്പൊ ആ ചെറുതാകാനാണ് പാകം. നമുക്ക് അച്ഛന് അമീറായിട്ട് പോയാലേ അച്ഛന് അമീറായിട്ടാണ് പോയാൽ കൈപ്പൂരിനാണ് തിരിച്ചു പറഞ്ഞാൽ തിരിച്ച് കൈപ്പൂരിൽ വെച്ചത് വരെ കാരണം എന്തുകൊണ്ട് അത് ആദ്യമായിട്ട് കൊണ്ടിറക്കണമെങ്കിൽ അതേ നടക്കും. അതുകൊണ്ട് വാപ്പി ബന്ധിപ്പിയായ ആൾക്കാരാണ് അച്ഛന് പോയി വലിയപ്പാടി പറഞ്ഞത് ഇങ്ങനെ ചേരാ. ഞാൻ അനുഭവം പറയാം. ഇങ്ങനെ ചേരാ ഓരെന്ത് ചെയ്യും? ഇഹ്റാമിന്റെ തുണി മാറ്റി മാർക്കൂട്ടിക്ക് പോകാം. അതുകൊണ്ട് ഓരോ കുറ്റം പറഞ്ഞിട്ട് തുണി കുറ്റാൻ മണക്കൂട്ടേക്ക് നമുക്ക് ചേരാനാണ് ഇന്നത്തെ ഹറാമിന്റെ മാർക്കൂട്ടി. പോലീസ് പിടിക്കാൻ വേറെവിടെയെങ്കിലും പോകണം, ബാക്കി ഹറാമിന് എവിടെയെങ്കിലും പോകണം. ഇതിപ്പോ നമ്മളെ കുറിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ വല്യപ്പാറോട് ഞാൻ പോയിട്ട് അപ്പൊ മുമ്പ് കഴിച്ചിട്ട് കഴിച്ചിട്ട് അപ്പൊ പിന്നെ ഞാനെന്താക്കി എഴുത്തുകൂടെ പോയിട്ടുണ്ട്. എഴുത്തുകൂടെ പോയിക്കാണ് ഞാൻ തന്നെയാണ് മണത്തിട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ എഴുത്തുകൂടെ തരുന്നുണ്ട്. അപ്പൊ ഓരോട് തിരിച്ചിട്ടാണ് മണപ്പത്ത് കഴിക്കുന്ന ഒരിക്കൽ രണ്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. 2ാമത്തെ വർഷം മണപ്പത്ത് വെച്ചാൽ മാറ്റിപ്പോയാലേ അപ്പോ നമ്മൾ അവിടെ ചെറുതായിട്ട് വെക്കാനേ പറ്റുള്ളൂ. ചെറുതാകെ എന്ന മാതിരി ഉസ്താദുമായിട്ട് കുറച്ച് ആൾക്കാർ സംഭാവിക്കും വലുതാക്കാൻ അതിനൊന്നും വായിക്കും നടക്കല്ല. പക്ഷെ എന്ത് വേണം? ട്രെയിനിങ്ങും കഴിവും ഒക്കെ നമുക്ക് കിട്ടിയേ മതിയാകും. അപ്പൊ അതുകൊണ്ട് അരീക്കോട് മറ്റുമായിട്ട് നിന്ന് പഠിച്ച് പാസ്സായ പ്രഗത്ഭരായ കുട്ടികളുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ നല്ല കഴിവുള്ള ആളുകളുണ്ട്. ഇനി ആ കഴിവുള്ളവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ കഴിവ് വെളിച്ചു പോകണ്ട. വളരെ സുഹൃത്തുക്കൾക്കായി നിങ്ങളൊരു വാർത്തയിൽ ഇവരങ്ങനെ ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ ആ ക്ലാസ് നടത്താനുള്ള ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തോളാം.
ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ക്ലാസ് എടുത്തരും. അല്ലാത്ത അത്യാവശ്യമായ വിഷയത്തിൽ പുറത്ത് നമുക്ക് കാണാമെന്നോ അല്ലാത്ത ദിവസം നമുക്ക് ആളെ കൊണ്ടുവരാൻ 10 ദിവസം മതി ക്ലാസ്. പിന്നെ അവർക്ക് വികസിപ്പിക്കാൻ പറ്റിയതാണ്. ഈ രൂപത്തിൽ ഒന്ന് ഉണർന്നി തെങ്കിലും പറ്റില്ല. അപ്പൊ അവരുടെ കഴിവ് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഇന്നോട് സുഖണ്ടായി എന്നുണ്ടോ ഇങ്ങനെ തോന്നുന്നുണ്ട്. അതോ ആഴ്ചയ്ക്ക് വരാം പ്രശ്നങ്ങളായത് മാറ്റില്ല. പരിശുദ്ധ ഖുർആനിനെ ഇന്ത്യയിലേക്ക് മൊഴിമാറ്റം നടത്തിയ ആദ്യത്തെ ആള് മാത്യു പിത്തൽ എന്നാണ്. അദ്ദേഹം പറയാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ഞാൻ ഉദ്യോഗസ്ഥനായി നിൽക്കുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ മുകളിൽ ഒരു വീട്ടിൽ നിന്നൊരു വളർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കരിച്ചിലായി മാറി. ഞാൻ ഒരു പുറത്തേക്ക് നോക്കി എന്താണോ സംഭവം. അപ്പൊ നോക്കുമ്പോ ഒരു പ്രായമുള്ള ആള് ഒരു ചെറുപ്പക്കാരനെ അടിക്കുക. അടിച്ചിട്ട് അയാൾ വേദന കൊണ്ട് കഴിയുക. പക്ഷെ ഇയാളൊന്നും തിരിച്ചു പ്രതികരിക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ചോദിച്ചു, മോനെ എന്താ സംഭവം? അപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇഷ്ടം ഞാൻ ഇദ്ദേഹത്തോടെ ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്. അത് കൊടുക്കാമെന്ന് കരാർ ചെയ്തു. പക്ഷെ കരാർ പ്രകാരം അവധിയിൽ കൊടുക്കാൻ കഴിയില്ല. അയാളെന്നെ കണ്ടായിരുന്നു. എനിക്ക് ഇന്ന ഡേറ്റ് കൊടുക്കാമെന്ന് പറയാൻ ഒരു സാമ്പത്തിക ബോധത്തെ കാണുന്നില്ല. അപ്പൊ അയാളെന്നെ അറിയില്ല. അപ്പൊ ക്രിസ്തൻ ചോദിച്ചു, ഈ ചെറുപ്പക്കാരനല്ലേ, എപ്പോഴും തിരിച്ചടിച്ചു എങ്ങനെ കഴിക്കണം? അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി. നബിതങ്ങൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കരാർ പാലിക്കണം. 2 സാമ്പത്തിക ഇടപാടിൽ കൃത്യനിഷ്ഠമാണ്. ഈ 2 തെറ്റും ചെയ്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഇനി ആ വയസ്സുള്ള ആളോട് മറുപടി പറഞ്ഞ് തിരിച്ചടിച്ച് 3ാമത്തൊരു തെറ്റും കൂടി ചെയ്താൽ എനിക്ക് എന്റെ നബിയെ കണ്ടുകൊണ്ടേ. ഇഷ്ടം പറയാം, യൂറോപ്യൻ രാജ്യത്തിൽ തെരുവുകെട്ടിയായി ജീവിക്കുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരന് 1400 കൊല്ലം മുമ്പുള്ള പ്രവാചകൻ ഇത്രയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആരായിരുന്നു പറയാം? ഞാൻ രാമനെ കുറിച്ച് പഠിക്കാനായി പഠിച്ചു, വീണ്ടും പഠിച്ചു, വീണ്ടും പഠിച്ചു, വീണ്ടും പഠിച്ചു. എന്റെ പഠനം മധുരമായി മുന്നോട്ട് പോയപ്പോൾ ഞാൻ മുഹമ്മദ് എന്ന പേര് നിൽക്കുന്നു. അദ്ദേഹമാണ് വിശുദ്ധ ഖുർആനിനെ ആദ്യമായി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഒഴിവാക്കുന്നത്. മുഹമ്മദ് എന്നാണ്. നമ്മളിലും നമ്മൾ പഠിപ്പിച്ചെടുക്കുന്ന കുട്ടികളിൽ ദീനിയായ ഷിആറുകൾ നിലനിർത്താൻ നമ്മൾക്ക് സാധിക്കണം. അതിന് ചിലരൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജിലാണ് ഉണ്ടാകുന്നത്, ചിലരൊക്കെ നമ്മുടെ സ്വഭാവശുദ്ധിയിലാണ് ഉണ്ടാകുന്നത്, ചിലരൊക്കെ നമ്മുടെ പെരുമാറ്റത്തിലാണ് ഉണ്ടാകുന്നത്. ക്ലാസ് മുറിയിലേക്ക് വന്ന ഉടൻ ക്ലാസ് ആണ് തുടങ്ങാൻ അത് മാറി. കുട്ടികൾക്കൊരു ലക്ഷ്യം, കുട്ടികളെ അത് കുട്ടികളോട് ചോദിച്ച് അതൊക്കെ സൈനികൾ അതിന്റെ നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ് അല്ലേ. ആ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഇപ്പൊ റബീറിന്റെ ഒപ്പരാണ് ഞാൻ പ്രിയപ്പെട്ട ഉസ്താദുമാരും റബീറിന്റെ ഒപ്പരിൽ കുട്ടിയെ പറ്റി 30 കുട്ടിക്കാർ 30 പ്രവൃത്തി ദിവസങ്ങളിൽ പറയാൻ നമ്മൾ പഠിക്കാം. റബീറിന്റെ ഒപ്പരിൽ ആകെ പ്രവൃത്തി ദിവസം എന്താണ്? 25. ഓരോ ദിവസവും ഒരു ഉസ്താദിന് കുട്ടികളുടെ കുട്ടിക്കാരൻ കുട്ടികളുടെ ജീവിതത്തിലെ 30 കഥ കുട്ടികൾക്ക് രസകരമായി ദിവസവും പങ്കുകൊടുക്കുക. ആ പറഞ്ഞത് അവസാനിപ്പിക്കുമ്പോൾ 5 മിനിറ്റ് മതി പറഞ്ഞു കൊടുക്കാൻ ആ കുട്ടി ചെറുതായി അതിന് പറ്റിയ വായന. അതിന് നമുക്ക് സുന്ദരത്ത് വരുന്നുണ്ട്, വായിക്കണമെന്ന് സുന്ദരത്ത് വരുന്നുണ്ട്, വായിക്കണമെന്ന്. ഈ കഴിഞ്ഞിടക്കം വായിച്ചവരെ ഞാൻ ഉന്നത്തിലൊക്കെ വരുന്നുണ്ട് വായിക്കലില്ല, കിസാന വരുന്നുണ്ട് വായിക്കലില്ല, കുഞ്ഞുപോയി വരുന്നുണ്ട് വായിക്കലില്ല. നമ്മളൊക്കെ വായിക്കാനാണ് അല്ലെങ്കിൽ വായിക്കൊടുക്കുന്നവരാണ്. അള്ളാഹുവിന്റെ കഴിവ് നമ്മളൊക്കെ ഇങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുമ്പോ ഒരു കാര്യം എന്താണത്?
നമ്മളെ മദ്രസയിലെ ഉയർന്ന ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾ ഇപ്പൊ മദ്രസത്തെ 7-10 അല്ലെ, 7 സർട്ടിഫിക്കറ്റ്, പിന്നെ 10 സർട്ടിഫിക്കറ്റ്, 5 പോണേ, 7 കഴിഞ്ഞ് ഈ കുട്ടി പഠനം നിർത്തുമെന്ന് കാണുന്ന കുട്ടിയാണെങ്കിൽ ഉടനെ ആ കുട്ടിയുടെ രക്ഷിതാക്കളിൽ അവരെയും കൂട്ടി ഒരു ഉപരി പഠനം നമ്മളെ അഗ്നി ആശയത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കുട്ടിക്ക് ഒരു പ്രചോദനം നമ്മളെ ഭാഗത്തുണ്ടായിരുന്നു. എത്തി കുട്ടിയാണോ ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ, അഗതിയാണോ ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ, കുറച്ച് കഴിവുള്ള കുട്ടിയാണോ ഇതിൽ കൊടുക്കാനുള്ള സ്ഥാപനങ്ങൾ. നമ്മളൊന്നും മുന്നോട്ട് വരണം. 10ാം ക്ലാസ്സിലെത്തിയിരിക്കുന്ന കുട്ടി 10ൽ നിന്ന് പഠനം അവസാനിപ്പിച്ച് വിജയം കുട്ടി വഴിയിലേക്ക് പോകണമെന്ന് കണ്ടാൽ 10 കഴിഞ്ഞ് ആ കുട്ടിയുടെ തുടർ പഠനത്തിന് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രചോദനമാണ്. അപ്പൊ കുട്ടിയുടെ കലാവാസനെ അനുസരിച്ച് ആ കുട്ടി ഏത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നു ഉസ്താദുമാർ അറിയേണ്ട ഒരു കാര്യം. ഭൗതിക വിദ്യാഭ്യാസത്തിൽ SSLC കഴിഞ്ഞാൽ +1 അതിൽ പഠിക്കുമ്പോൾ ഏതൊക്കെ വിഷയങ്ങളൊക്കെ പഠിച്ചാൽ കുട്ടികൾ ഉയർന്ന് പഠിക്കാൻ ഏതൊക്കെ ഭാഗത്തിലൂടെ ഉയരാം, ഇതിനെ പറ്റിയുള്ള നമ്മളെന്തുവാണ് ഒരു ചെറിയ വിവരമാണ്. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ കുട്ടികൾ അരീക്കോട് മരുമാരിലേക്ക് ചേർക്കാൻ പറ്റിയത്, കൊണ്ടോട്ടി ബുഹാരിയിലേക്ക് ചേർക്കാൻ പറ്റിയത്, നിലമ്പൂർ മരുമാരിലേക്ക് പറ്റിയത്, ഇക്കമിയിലേക്ക് പറ്റിയത്, ഓരോ കുടുംബ സാഹചര്യവും കുട്ടികളുടെ രീതിയൊക്കെ ഉണ്ടാകും. ദൂരം വഴി സൗകര്യമൊക്കെ നോക്കിയിട്ട് നമ്മൾ 7ൽ നിന്ന് 2ലേക്ക് പോകുന്ന കുട്ടി, 10ൽ നിന്ന് 11ലേക്ക് പോകുന്ന കുട്ടിയെ നമ്മൾ ഒന്ന് ശരിക്കും മാതാപിതാക്കളുടെ ക്യാൻവാസിങ്ങിലൂടെ അവർക്ക് മതപരമായി പഠിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. അള്ളാഹു കൂടിയാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഈ ഇരിക്കുന്നത് നമ്മളിപ്പോ 260 വയസ്സിങ്ങളല്ലേ നമ്മുടെ മേഖലയിൽ, അത് 200 260 അല്ലേ? നമ്മള് 60 ആള് എന്തുണ്ടാവും? പഴയ 200 ആൾ കഴിയുമ്പോഴല്ലേ അല്ലേ? നമ്മുടെ അരീക്കോട് മജ്മ ആ സ്ഥാപനം അതിന്റെ ഉന്നമനത്തിലേക്ക്, അതിന്റെ ഉയർച്ചയിലേക്ക്, അതിന്റെ വളർച്ചയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് നിർബന്ധമാണ്. ആ വളർച്ചയിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ചെയ്യേണ്ട സൗകര്യം, ഇപ്പൊ ഇത് ഈ കെട്ടിടം തന്നെ നേരത്തെ ഒരു പഴയ കെട്ടിടാണ്. ഇപ്പൊ കണ്ട നിങ്ങൾ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയ മുമ്പ് സൗകര്യം അൽഹംദുലില്ലാഹ്. എന്താ സൗകര്യം അല്ലേ? ഇതെങ്ങനെയുണ്ടായി? നമ്മുടെ എല്ലാവരുടെയും ഒരു സഹായം. ഇതിന് തൊട്ടപ്പുറത്ത് പുതിയ കെട്ടിടം, ഇപ്പോ ടെസ്റ്റബിളുള്ള നമ്മുടെ കെട്ടിടം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില സന്ദർഭങ്ങളിലൊക്കെ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ആളുകൾക്ക് അതിന്റെ വിഷമമാണ്. നോക്കാൻ കാണാത്ത ഒരുപാട് പൈസ ചെലവായ വിഷയം. അതായത് ഇതൊക്കെ അവിടെ ചെലവാക്കിയത് കാണാം. അതേ സമയത്ത് ഓരോ മാസം ഭക്ഷണത്തിന്റെ ചെലവാക്കിയാൽ അത് നോക്കിയാൽ കാണും. കുട്ടികളെ മുഖത്ത് നോക്കിയാൽ കണ്ണുപോയി നമ്മൾ തിന്നാൻ കൊടുക്കട്ടല്ല. അപ്പോ ഇതിങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ ഇങ്ങനെ ഇതിന്റെ കഷ്ടപ്പാടിന്റെ പണത്തിന് വീടേക്കാൻ കവർ തരൂരാന്ന് പറഞ്ഞിട്ട് പലപ്പോഴും മണക്കമാസായി കൊടുക്കുക. അങ്ങനത്തെ അവസ്ഥ അതിന്റെ ഇടയിൽ നമ്മളോട് പഠിക്കണ കുട്ടികളെ കൂടി ചാടി അങ്ങോട്ട് പോയി. ആ ചാടിയത് അങ്ങോട്ട് ചാടിയ ആൾക്കാർ വഹിക്കാൻ അതിന്റെ കേസ് വരാം. ഇതിനെ അങ്ങോട്ട് ചോദിച്ച പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ നിലനിൽക്കുന്നതോടൊപ്പം ഇത് നടത്തിക്കൊണ്ടുപോകാൻ അതുകൊണ്ട് അരീക്കോട് മറ്റു അറിയാത്ത ആരും നിങ്ങളൊന്നും നിൽക്കുന്നേയില്ല. അപ്പോ ഒരു മദ്രസ നമുക്കിപ്പോ അക്ഷരസ്ഥാത് പറഞ്ഞ് 500 ചാക്ക് അരി തികയാൻ എത്ര മദ്രസ ആയി? 48 മദ്രസയിൽ എങ്ങനെ 260 സ്ഥാപനം? ഒരു മദ്രസയ്ക്ക് 3 സ്ഥാപനം.
അപ്പൊ നമ്മൾ നോക്കിയാൽ മദ്രസന്റെ രണ്ടായിരത്തി വേണ്ടി ഒരു മദ്രസ ഏരിയയില് 20 ചാക്കായി, മറ്റേ മദ്രസ ഏരിയ എന്തായി 30 ചാക്ക് അല്ലേ? കുറച്ച് കഴിവുള്ളതും കഴിവില്ലാത്തതും രണ്ടു കാര്യമായും കൂട്ടിയാൽ പറ്റും ഇല്ല. എന്തൊക്കെ പറഞ്ഞും പറ്റുന്നുണ്ടാവും. സുഹൃത്തുക്കളായ നിങ്ങൾ കൂടി ഒന്ന് മുന്നിട്ടാക്കി. അതെന്താ അരി എന്ന് പറഞ്ഞത് ഭക്ഷണമാണ് നോക്കണം. 78 മദ്രസ 78 മദ്രസ 78 മദ്രസയ്ക്ക് നമ്മള് 500 അതിലൊരു 18 മദ്രസ 18 മദ്രസ ഒരു 20 ചാക്ക് 50 മദ്രസ നമ്മൾ നോക്കണം. ഞാൻ പറയുന്നത് ഒരു മദ്രസയ്ക്ക് ഇത്ര നമ്മളിങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ ഒരു ഉണ്ടാകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ പണി ചോദിച്ചു എന്ത് പണി എനിക്ക് അറിയാന്ന് വെച്ചാൽ ഏത് പണി എടുക്കാന്ന് പറഞ്ഞാൽ ഓരോ വേഗം ഒരു പണി പോലെ അറിയാമെന്നുണ്ടാവും. ഏത് പണി ആണെങ്കിലും എടുക്കാന്ന് പറയുന്നത് ഒരു പണി പോലെ അറിയാം. മറ്റൊരു ഡ്രൈവറാണെങ്കിൽ ഡ്രൈവർ അക്കൗണ്ടിനാണെങ്കിൽ അക്കൗണ്ട് എന്ന് പറയും, ഏതാണെന്ന് ചെന്നത് പറയും. ഇന്നാണ് നമ്മളെ വരുമാനമാണ് പണിപ്പം. അപ്പോൾ നമ്മൾ എന്ത് പണിയാകും പറയാം. അൽഹംദുലില്ലാ നമ്മളെന്തോ രാവിലെ ആർക്കും പോകുമ്പോൾ പുറന്ന പണി തുടങ്ങാനപ്പം എനിക്ക് കുഴക്കാനാണ്. അപ്പൊ നന്നായിക്കോട്ടെ ഒരാൾ കുഴക്കുന്നത് കൂടുതലായാലും നമുക്ക് കാര്യമായിട്ട് എന്നായിക്കോട്ടെ എനിക്ക് കുഴച്ചോ മറ്റുള്ള ദുഃഖോ ഇവ പോയിട്ട് കുഴക്കണില്ല. അപ്പൊ നോക്കണെന്താ കുഴക്കാനാണ്. 2-3 പോരാട്ടമായിട്ട് കാതിവാസത്തിൽ കുഴക്കുന്നത് അതാണ് ഓരറിയുന്നത്. ഇങ്ങനെ അയാൾക്ക് അപ്പൊ നമ്മൾ എല്ലാ പണി അറിയാന്ന് പറഞ്ഞ പകരം നമ്മളൊരു മദ്രസയ്ക്ക് ഒരു മദ്രസന്റെ ഏരിയ അത് നോക്കിയിട്ട് അവിടുത്തെ 20 ചാക്ക് മറ്റൊരു 40 ചാക്ക് ഇങ്ങനെ നമ്മൾ കൊടുത്താൽ രക്ഷിതാക്കളൊക്കെ സംശയമില്ല. കാരണം എന്താ സ്ഥാപനത്തിന് മുന്നേക്ക് ഭക്ഷണത്തിന് ഒരു ചാക്കായി എന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് അരിക്കത്തിലും 1500 ആ 1500 നമുക്ക് ഞങ്ങൾ കിട്ടിയാല് എന്താക്കും അരി മാത്രമല്ല ഉപ്പും മുളകൊക്കെ അതിലുണ്ടാവും. അപ്പോൾ 500 ചാക്കാൽ ഇതിൽ ഉണ്ടാക്കിയാല് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഉണ്ടാക്കിയാൽ ഈ കൊല്ലം സ്ഥാപനത്തിൽ ഉണ്ടാകേണ്ട മറ്റു കുറേ പുരോഗതി ഉണ്ടാക്കണം. എന്തുകൊണ്ട് കുട്ടികളെ കുട്ടികളായത് ഇനി അതിന് അധ്വാനം മുഴുവൻ ഉപയോഗിക്കാം, വേറെ കുറെ പുരോഗതിക്ക് ഉപയോഗിക്കാം. അതാണ് നിങ്ങളുടെ വിഷയം. അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരെ നിങ്ങളൊക്കെ എല്ലാവരും ഒന്നുണ്ടായിട്ടാൽ ഒരു മതസ്ഥായി ഇനി നമ്മൾ റേറ്റ് സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും കൊണ്ട് ചേർന്നിട്ട് അതുപോലെ ടാർഗറ്റ് ആക്കിയിട്ട് നമ്മൾ 20 ചാക്കാരി 30 ചാക്കാരി ഇങ്ങനെ ഉണ്ടാക്കിയാൽ 78 മദ്രസ ആവുമ്പോൾ എന്താവും? അള്ളാഹു നമുക്ക് നല്ലൊരു വിജയത്താക്കാൻ കഴിയും. അത് ഉമ്മമാരും സഹോദരിമാരും ഒക്കെ അതിന് റെഡിയാണ്. അപ്പോ 2 കാര്യം. ഒന്ന് നമ്മൾ അങ്ങനെ ഒരു പുരോഗതിയിലാണ്. ആദ്യം ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വന്തം പുരോഗതിയാണ്. ആ വിഷയത്തിൽ നിങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ ഉറപ്പാണ് നമ്മളൊക്കെ പിന്നീട് വിഷമിക്കേണ്ടി വരും, നമ്മളൊക്കെ പിന്നീട് പ്രയാസപ്പെടേണ്ടി വരും. ഈ കൂട്ടത്തിൽ നല്ല ബിഎഡ് കഴിഞ്ഞ ആളുകളുണ്ട്, PG കഴിഞ്ഞ ആളുകളുണ്ട്, അതുപോലെ തന്നെ ട്രെയിനിങ് പലതും ലഭിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ റേഞ്ചിന് ഒരു 2-3 റേഞ്ച് 78 വളർച്ചയാകുമ്പോൾ നേരെ പകുതിയാക്കണം. 2 സ്ഥലത്തായിട്ട് ക്ലാസുകൾ നടത്തിയാൽ 10 ദിവസം കൊണ്ട് നിങ്ങളൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിക്കും. അങ്ങനെയുള്ള ആ കഴിവുകളൊക്കെ ഉണ്ടാക്കി ഡിജിറ്റൽ ക്ലാസ് റൂം വരുമ്പോൾ അതിനുള്ള കഴിവുകൾ നമ്മുടെ ഏരിയയിൽ വരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് അധ്യാപകനാക്കാൻ വേണ്ടി നിങ്ങൾ ക്ഷണിച്ചാൽ അല്പം ചില പദങ്ങളൊക്കെ ഇംഗ്ലീഷ് പദങ്ങൾ അറിയേണ്ടി അതിനൊക്കെയുള്ള കഴിവ് നമ്മൾ നേടണമെന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളോട് ഉണർത്തി. അരിക്കോട് മജ്മഅാണ്. മജ്മഅകളിൽ ഏറ്റവും തുടക്കമുള്ള സ്ഥാപനം. അൽഹംദുലില്ലാ നേരത്തെ തുടക്കം കൊണ്ടത് അതങ്ങനെ വന്ന് നമ്മളെ പടച്ചേരിസ്ഥാനത്തെ ജ്യേഷ്ഠനുണ്ടായിരുന്നു മോഹൻ കുട്ടി പഠിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മോഹൻ കൊടുക്കണം, അവർ കൊടുക്കാതി കൊണ്ടുമാണ് അദ്ദേഹം കുറെ കാലം തേടി. പിന്നീട് അത് അസംസ്കാരുടെ പിന്നെ ചുമരിലേക്ക് വന്നു. ഇപ്പോ അദ്ദേഹം അതിന് മുന്നിൽ നിൽക്കുന്നു. നമ്മളെല്ലാവരുടെയും
ഒരു പിന്തുണയോടെ ശക്തിയോടെ അതുകൊണ്ട് നമ്മളൊക്കെ ഉത്സാഹിക്കണമെന്ന് മാത്രം നിങ്ങളോട് ഉണർത്തി സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് 1-2+2 എല്ലാ ബുക്കും നമ്മളൊന്ന് വായിക്കണം. ഈ എല്ലാത്തിനും നോട്ട് തയ്യാറാക്കണം. നമ്മൾ കാലത്തിനനുസരിച്ചുകൊണ്ടുള്ള വളർച്ചക്കൊപ്പം നമ്മൾ സഞ്ചരിക്കണം. ഇല്ലെങ്കിൽ അടുത്ത ഭാവി നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടികൾ പോകലായി അള്ളാഹുവെ ഖൈറായിരിക്കാൻ ഞങ്ങൾക്ക് എല്ലാ പ്രവൃത്തിക്കും എന്ന് നിർത്തുന്നു. പെട്ടെന്ന് പോകാനുള്ള ഭക്ഷണം കഴിക്കാനാണ് പോയത്. നമ്മുടെ രാവിലെ വെച്ചിട്ടൊക്കെ പേരപ്പുറ മദ്രസയാണ് ഞങ്ങൾ ഏറ്റവും ചെറിയ മദ്രസ. അവർ 5 ചാക്ക് കഴിഞ്ഞ് ഉണ്ടാക്കി തരാമെന്നും ഒരു സമ്മേളനത്തിന്റെ പോലും അവർ വെക്കാറുണ്ട്. അത് പോയാൽ ഏരിയ അറിയിച്ചിട്ടുണ്ടോ ഏരിയ ഈ പാകിസ്ഥാൻ വ്യക്തികളുടെയും സമഗ്രമായ ചർച്ചയൊക്കെ എല്ലാവരും പോകേണ്ടി വരും. ഭക്ഷണം റെഡിയാണ്. നമ്മളിത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കരുതുന്നു. അപ്പൊ നമ്മള് ഒരു മതത്തെ ഒരു സമ്മേളനത്തിന്റെ മോഡ് വെക്കുക എന്നൊരു അഭിപ്രായം പറഞ്ഞത് ചേർന്ന അവരൊരു കൂടെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ബോർഡ് സ്ഥാപിക്കുന്നതായ വ്യവസ്ഥ പറഞ്ഞു. ഓരോ വ്യവസ്ഥയിലും ബോർഡ് വെക്കാൻ അവർ അതിന് മുമ്പ് മനസ്സിലിരിക്കുന്ന എളുപ്പമായിരുന്നു. ആ ബോർഡിന് ചെറിയ ചെലവ് പണിയുന്നു. ആ ചെലവ് ആ മതത്തെ എല്ലാവരും ഇവിടെ വെച്ചിട്ടുണ്ടാക്കി നമുക്ക് വേണ്ടാം. അത് രാഷ്ട്രീയമായി ചെയ്യുന്ന ലക്ഷ്യമാണ്. അതെ ഓരോരുത്തരും നമുക്ക് വേണ്ടതായിരുന്നു. വ്യക്തിപരമായി പുറത്തേക്ക് ഏത് വൈദ്യരായാലും ഓരോ മതത്തിന് പ്രചരിക്കണമെന്നുള്ളത് ഗവൺമെന്റ് അങ്ങനെ ആ കാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ മർക്കസ് സമ്മേളനം നമ്മളെ എല്ലാവരും പ്രത്യേകിച്ച് അരീക്കോട് റൈസ് കഴിഞ്ഞ വർഷങ്ങളിൽ വർഷങ്ങളിലായിട്ട് വിഭവ സമാഹരണം ശേഖരിക്കാറുണ്ട്. സ്റ്റേറ്റിലെ തന്നെ ഒന്നാമത്തെ വിഭവ സമാഹരണം നേടി അവാർഡ് വാങ്ങിയ റൈസാണ് അരീക്കോട് റൈസിൽ ജോലി. അതുപോലെ കഴിഞ്ഞ വർഷവും അരീക്കോട് മേഖലക്കാണ് വിഭവ സമാഹരണത്തിന് ഫസ്റ്റ് ലഭിച്ചത്. ജില്ലയിൽ പറഞ്ഞു വരുന്നത് മലബാർ സമ്മേളനത്തോടനുബന്ധിച്ച് ഓരോ മതത്തെ അവധിയിലും റേഞ്ചിന്റെ നേതൃത്വത്തിൽ വിഭവ സമാഹരണം നടത്തി സമ്മേളനം വിജയിപ്പിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതായിരുന്നു കുറെ കൂടി മലബാറിനെ സഹായിക്കാനുള്ള എളുപ്പമാർഗം. അതോടൊപ്പം ഒരേ ഐക്യങ്ങളിൽ മലബാറിനെ കരുതുന്ന ഒരേ ആശയത്തിലുള്ള മേഖലയിലുള്ള ബോർഡുകൾ സ്ഥാപിക്കുക. മദ്രസ വഴിയിൽ 250 രൂപ മദ്രസ തുകയ്ക്ക് മലബാറിന് കൊടുക്കുക. എന്നിട്ട് ഒരേ മേഖലയിലുള്ള മലബാറിന്റെ സമ്മേളനം ക്ലാസ് കൊടുക്കുക. നമുക്ക് റേഞ്ചിൽ കൂടി കൂടി ചേർന്ന് അതുപോലെ നാളെ മറ്റന്നാൾ നടക്കുന്ന ഒമാറാക്കണമെന്ന് ഇതൊക്കെ റേഞ്ച് കൂടി ചേർന്ന് തീരുമാനിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒമാറാക്കളെ ആദരിക്കാനുള്ള ലിസ്റ്റ് ഓരോ സ്ഥലത്തും നിങ്ങളും
ഇവിടെ പ്രോഗ്രാം നിങ്ങളുടെ കയ്യിൽ തന്ന കടലാസും നമ്മുടെ നാട്ടിലെ ആദരിക്കപ്പെടേണ്ട വ്യക്തികളുടെ പേരും ഫോൺ നമ്പറും ഇവിടെ എഴുതി കൊടുക്കുന്നു. ഈ യോഗത്തിന്റെ അവസാന തീരുമാനത്തിലുള്ള പ്ലാസ്റ്റിക് ക്ഷാമ ഇന്ന് തന്നെ ഉണ്ടാക്കുന്നത് ഓർത്തുകൊണ്ട് പ്ലാസ്റ്റിക് ഓരോ പ്രദേശത്തേക്ക് നമ്മൾ എത്തിക്കും. അതിനെല്ലാം കാശ് നമ്മൾ സ്റ്റാഫ് ഏതെങ്കിലും ദൂരെ നമുക്ക് ലഭിക്കാറുണ്ട്. പിന്നെ വിഭവസമാഹാരം മറ്റു കാര്യങ്ങളിൽ ഈ തുടർന്ന് നമ്മളുള്ള പ്രവർത്തനം വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി അടിയന്തരമായി മേഖല കമ്മിറ്റിയുടെ കീഴിൽ അതാണ് പത്രത്തിലെ സർവന്മാരുടെ മീറ്റിംഗിലൂടി അതിനൊന്ന് തീരുമാനിക്കാവുന്നതാണ്. ഇത് ഞാൻ നിങ്ങളെ അറിയാവുന്ന മുതലാളിമാരല്ല ധാരാളന്മാരുടെ ദേശീയോദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം അത് നമ്മൾ ശനിയാഴ്ച കുറ്റപാതങ്ങൾ തന്നെയാണ് ഈ മേഖലയിലെ പിന്നെ ഉമാനാക്കൾ പ്രാർത്ഥിക്കുന്നത്. ഉമാനാക്കൾ മാത്രമായിരിക്കാം പങ്കെടുക്കേണ്ടത്. അത് സാമൂഹികമായ സമൂഹത്തിലല്ല, അവർ ആദരിക്കുന്നത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ചേർക്കാവുന്ന നിങ്ങൾ തന്നാൽ ഞങ്ങൾ നാളെ മുതൽ നമ്മൾ അവരുടെ ഏരിയ വരുന്നതാണ്. നമ്മൾ മാനസത്തിന് കല്ല് പിടിച്ചുള്ളൂ. അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ നമ്മൾ മാനസന്റെ പോകാണ്ട് പള്ളിപ്പാറയാണ് പാവലെടുത്തു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാഞ്ചേരി പഞ്ചായത്ത്, തിരുവനന്തപുരം പഞ്ചായത്ത്, അരീക്കോട് പഞ്ചായത്ത്, കാവൂർ പഞ്ചായത്ത്, ഈ 4 പഞ്ചായത്തിലെ എല്ലാ മേഖലകളും വെള്ളമുണ്ട്. ആ വെള്ളം ആ നാട്ടുകാർ ചെയ്ത് നടക്കുന്നത് ചേരി മത്സ്യത്തേക്ക് വെച്ചിട്ടല്ല. അതിന്റെ വാടകയും കണ്ടിട്ട് ആവുന്നതുകൊണ്ടും പ്രാദേശികമായ നല്ല പ്രാദേശികമാണ് വളർന്നു വരുന്ന പാരമ്പര്യം ഉപകാരം മാറി ഒന്നിച്ച് വെച്ച് നല്ല ജനങ്ങളോട് വരുമ്പോൾ നല്ല പരിപാടിയാണ്. മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. നാളെ ബുധനാഴ്ച 10 മണിക്ക് മേഖല മീറ്റിംഗ് ഓഫീസിലേക്ക് നടക്കും. മേഖല കമ്മിറ്റി മീറ്റിംഗ് മേഖല ഓഫീസിലേക്ക് നടക്കും. എല്ലാവരും കൂട്ടത്തിൽ അല്പം പരിചയം ഭൂമി ആദർശ നടത്തുന്നു. നാളെ കാവൂരിൽ പ്രവർത്തനം നടത്തുന്നു. തുടർന്ന് സ്വാമിനാഥൻ സ്വാമിജിയുടെ പ്രോത്സാഹനത്തിൽ നാളെ കാവൂരിൽ മന്ത്രത്തിൽ നടക്കുന്നു. എല്ലാ ഉസ്താദന്മാരെയും ആദരിക്കുന്നു. കാണാൻ എല്ലാ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ
എല്ലാവർക്കും ഈ Second